നമസ്തേ, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 27. പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങൾ സംഗമിക്കുന്ന ദിവസമാണ് 2025 ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച. ഇന്നത്തെ രാഹുകാലം ഉച്ച കഴിഞ്ഞ് 3:35 മുതൽ വൈകുന്നേരം 5:08 വരെയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. കോതമംഗലം ആത്മഹത്യാ കേസിൽ അന്വേഷണം നിഷ്ക്രിയം. മരണകാരണം നിർബന്ധിത മതപരിവർത്തന ശ്രമമെന്നറിഞ്ഞിട്ടും പോലീസ് ഉദാസീനത. പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇനിയും ചോദ്യം ചെയ്തില്ല. ബി.ജെ.പിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇന്ന്. നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിൽ നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റാൻ ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കും. ഉന്നം വയ്ക്കുന്നവരിൽ അമുസ്ലിങ്ങളായ ആൺകുട്ടികളും. അനുഭവം തുറന്നു പറഞ്ഞ് ലൂസിയമ്മ. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്കത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അത് ആർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എം.വി. ജയരാജന് സി സദാനന്ദൻ മാസ്റ്ററുടെ ചുട്ട മറുപടി. എം.പിയായി വിലസാൻ തന്നെയാണ് തീരുമാനം. തടയാൻ ജയരാജനും സൈന്യവും പോരാതെ വരും. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് നീതിപീഠമെന്നും സദാനന്ദൻ മാസ്റ്റർ. റാപ്പർ വേടന് കുടപിടിച്ച് സംസ്ഥാന സർക്കാർ. ബലാത്സംഗ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം. പ്രതിയെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പോലീസ്. കേരളത്തിന് പുറത്തേക്ക് തെരച്ചിലിനില്ല. സർക്കാർ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രതിഷേധം ശക്തം. ഭക്തരെ വേട്ടയാടിയവർ മാപ്പു പറഞ്ഞിട്ടു മതി കൂടിച്ചേരലെന്ന് ഹിന്ദു ഐക്യവേദി. ലക്ഷ്യം ഹിന്ദു വോട്ടു തട്ടലെന്ന് ആരോപണം. ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫ് ഉടൻ നടപ്പാക്കില്ലെന്ന് അമേരിക്ക. 90 ദിവസത്തേക്ക് കൂടി നീട്ടി. യുക്രൈൻ ഭൂമി തിരിച്ചു നൽകണമെന്ന് റഷ്യയോട് ഡൊണാൾഡ് ട്രംപ്. വിശദമായ വാർത്തകളിലേക്ക് പോകും മുമ്പ് ശുഭദിനം കാണാം. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,434ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കടക മാസം 27 തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 21 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 12 തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ തൃതീയ തിഥിയാണ് ഉദയത്തിനുള്ളത്. അത് 8:41 വരെയുള്ള സമയത്താണ് തൃതീയ. അതിനുശേഷം ചതുർത്ഥി തുടങ്ങും. കരണം വരുന്നത് വിഷ്ടികരണമാണ്. രാവിലെ 8:41 വരെയാണ് വിഷ്ടികരണം.
നിത്യയോഗം വരുന്നത് സുകർമ്മനാമ നിത്യയോഗമാണ്. അത് വൈകിട്ട് 6:53 വരെയുണ്ട്. ഇന്ന് നാൾ വരുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ്. അത് രാവിലെ 11:51 വരെയുള്ള സമയത്താണ് പൂരൂരുട്ടാതി. അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേലയാണ്. ഇന്ന് ദിവസം ചൊവ്വയുടെ കുജന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:19:02 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വൈകിട്ട് 6:41 7 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ്. തെക്കോട്ടോ വടക്കോട്ടോ പോകുന്തോറും ഇതിന് സമയം അല്പസ്വല്പം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22 മിനിറ്റ് 5 പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഈ ദിനമാനം അഥവാ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:35 തുടങ്ങി 5:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്ന ഉച്ച കഴിഞ്ഞ് 12:30 മുതൽക്ക് 2:02 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് 9:24 മുതൽക്ക് 10:57 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്തരത്തിൽക്കാല് അഥവാ ഉത്തരം നക്ഷത്രം. ഈ 3 നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ ഇവയൊക്കെ ഇവർ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് മധ്യഭാഗം വർജിച്ചിട്ട് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും അന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ എന്തെങ്കിലും തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഇതൊരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ്. ശില്പം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജലവാഹനം ഉണ്ടാക്കുക, അതുപോലെ സാഹസികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, വൃക്ഷഛേദനം മുതലായിട്ടുള്ള ചെയ്യുക, കച്ചവടം, അതുപോലെ ഒട്ടകം, മഹിഷം, പോത്ത് ഇതിൻ്റെയൊക്കെ കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. തൃതീയ തിഥിയാണ്. തൃതീയ തിഥി എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളതാണ്. അന്നപ്രാശനം, സംഗീത വിദ്യാരംഭം, സീമന്തം, വിവാഹം, രാജ്യകാര്യാരംഭം, ഭൂഷണം, പുതിയ ഭൂഷണങ്ങൾ ധരിക്കുക, വ്രതം, പ്രതിഷ്ഠ മുതലായിട്ടുള്ളവ ഒക്കെ അനുകൂലമാണ്. എന്നാൽ നക്ഷത്രം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ശുഭമായിട്ടുള്ള അവസ്ഥ ഇല്ല. നമസ്കാരം. ഇനി വാർത്തകളിലേക്ക് വിശദമായി പോകാം. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിനെ തുടർന്ന് കോതമംഗലത്ത് 23-കാരി സോന എൽദോസ് ജീവനൊടുക്കിയ കേസിൽ പ്രതി റമീസിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ പോലീസ്. റമീസും മാതാപിതാക്കളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെങ്കിലും ഇതുവരെ ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല. സോനയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ആരാണ് കാരണക്കാർ എന്ന്. അക്കൂട്ടത്തിൽ റമീസിന്റെ മാതാപിതാക്കളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? കൃഷ്ണരാജ്, റമീസിനെതിരെയും അതോടൊപ്പം തന്നെ റമീസിന്റെ വീട്ടുകാർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ എടുത്തൊരു സമീപനം അതൊരു നിസ്സംഗതയോട് കൂടിയത് ആയിരുന്നു. കാരണം ആദ്യം പോലീസ് എത്തിയ സമയത്ത് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് മനസ്സിലാകുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത്. അത് ആ ആത്മഹത്യാക്കുറിപ്പിലും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് പറഞ്ഞത് ഈ പറയുന്ന സോനയുടെ സഹോദരൻ ബേസിലിനോട് പറഞ്ഞിട്ടുള്ളത് ഈ മതപരിവർത്തനത്തിന്റെ കാര്യമൊന്നും മറ്റാരോടും പ്രത്യേകിച്ച് മാധ്യമങ്ങളോടൊന്നും തന്നെ പറയണ്ട, വലിയ പ്രശ്നമാകുമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതിന് ശേഷം കുടുംബത്തോട് പറഞ്ഞത്. ഇക്കാര്യം നമ്മളോട് പറഞ്ഞത് ബേസിൽ തന്നെയാണ്. അത്തരത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഈ മതപരിവർത്തന ശ്രമം ഉണ്ടായി എന്നുള്ള വസ്തുത പുറം ലോകം അറിയരുത് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജനൻ TV ഉൾപ്പെടെ ആ വാർത്ത പുറത്തു വന്നതോടുകൂടി, ആ വാർത്ത കൊണ്ടുവന്നതോടുകൂടിയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ വീണ്ടും റമീസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് റമീസിനെ
രമീസിനെ പ്രതി ചേർക്കുകയുമായിരുന്നു. പ്രതി ചേർത്തപ്പോൾ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കൽ, പിന്നീട് ചേർത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് റമീസിനെതിരെ കോതമംഗലം പോലീസ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ റമീസിന്റെ വീട്ടുകാർക്കെതിരെ നിലവിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരമുള്ള നടപടിയിലേക്കൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുമില്ല. കാരണം ഈ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ മതി എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ കോതമംഗലം പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഒരു മന്ദഗതിയിലേക്ക് പോകുന്നത്. നമ്മൾ പലതവണ അവരെ വിളിച്ച സമയത്ത് അവർ പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ്, ഉടൻ തന്നെ റമീസിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തതിനു ശേഷം അവരെയും കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ 2 ദിവസം പിന്നിട്ടിട്ടും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടുമില്ല. നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന് ഈ പറയുന്ന സോനയുടെ വീട്ടുകാരും സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലും വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റമീസും അതോടൊപ്പം തന്നെ റമീസിന്റെ വീട്ടുകാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്നാണ് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. റമീസിനെ ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും റമീസിന്റെ വീട്ടുകാരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP ഇക്കാര്യത്തിൽ രേഷ്മ, ഇതിപ്പോൾ ഈ വീട്ടിലുള്ളവർ റമീസിന്റെ മാതാപിതാക്കൾ ഈ കുട്ടിയെ സമീപിച്ച് മതം മാറണം എന്ന് പറഞ്ഞു എന്നാണല്ലോ. എന്നിട്ടും അത് വ്യക്തമായിട്ടും അതിപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയണമെന്നില്ല. ഇവരെ കരുതി കൂടിയാണ് ഞാൻ മരിക്കുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയെ കാണാൻ വന്നിരുന്നുവെന്നും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്നും അങ്ങനെയെങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ എന്നുമൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയമാകുന്നതിന് പിന്നിലെന്ത്? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം ഈ ആരോപണം ഉന്നയിച്ച അതേ സമയത്ത് തന്നെയാണ് ഈ ആത്മഹത്യാ കുറിപ്പും കൂടി പുറത്തു വന്നത്. അതിൽ വ്യക്തമായിട്ട് ആ കുട്ടി പറഞ്ഞിരുന്നത് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനായിട്ടുള്ള ശ്രമമുണ്ടായി. ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് റമീസും റമീസിന്റെ വീട്ടുകാരും ചേർന്ന് പൊന്നാനിയിലേക്ക് പോകും. അതിനുശേഷം അതിനെ തുടർന്ന് പിന്നീട് കല്യാണം നടത്താമെന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ആ ഒരു നിലപാട്. പക്ഷെ അതിന് താൻ മുതിരാതെ ഇരുന്നതോടുകൂടിയാണ് തന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു സോന എൽദോസ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇവിടെ നോക്കേണ്ടത് പോലീസ് ഈ വിഷയത്തെ ഗൗരവകരമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ബേസിലിനോടക്കം പറഞ്ഞത് പോലീസ് ഈ മതപരിവർത്തനത്തിന്റെ ശ്രമം ഉണ്ടായി എന്നുള്ള കാര്യം പുറം ലോകം അറിയരുത്, മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അറിയരുത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു FIR ഇട്ടുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് FIR ഇട്ടുകൊണ്ട് നടപടികൾ ചുരുക്കാമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിലപാട്. എന്തായാലും നിലവിൽ റമീസിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതിന്റെ ഒരു ചേതോവികാരം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മതപരിവർത്തനം എന്നുള്ള ഒരു ആംഗിളിലേക്ക് ഈ വിഷയം കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങനെ മതപരിവർത്തന ശ്രമം നടന്നു, നിർബന്ധിച്ചു എന്ന് പുറത്തു വരരുത് എന്ന് പോലീസിന് നിർബന്ധമുള്ള പോലെ. അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, അത് കെട്ടിച്ചമച്ച ഒരു നിലപാട് അല്ലെങ്കിൽ പ്രസ്താവനയാണെന്നൊക്കെയായിരുന്നു ഇടത് വലത് മുന്നണികൾ പറഞ്ഞിരുന്നത്. പക്ഷേ സർക്കാരിന് അത് വലിയ രീതിയിൽ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സോന എൽദോസിന്റെ കേസ് ഒതുക്കി തീർക്കാനായിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലുമായി ഒരു കുടുംബം രംഗത്ത് വരുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് ലവ് ജിഹാദിന്റെ ആ സാധുത നിഷേധിക്കാൻ സംബന്ധിച്ച് അവരുടെ പ്രതിച്ഛായ അത് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്ന് വ്യക്തമായതിനെ തുടർന്ന് കോതമംഗലത്ത് 23-കാരി സോന എൽദോസ് ജീവനൊടുക്കിയ കേസിൽ പ്രതി റമീസിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഈ പോലീസിന്റെ പോക്ക് ശരിയല്ല എന്ന് വ്യക്തമാകുന്നതോടെ BJP വലിയ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങുകയാണ്. ഇന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അനുഭവ കഥകൾ തുറന്നു പറയുകയാണ് സാമൂഹിക പ്രവർത്തകയും സിനിമ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ.
വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ഒപ്പം ചേരും. അനഘ, എന്താണ് ലൂസി അമ്മ പറയുന്നത്? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലവ് ജിഹാദ് ഉണ്ട്, അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ രംഗത്ത്, അതേപോലെ സാമൂഹിക രംഗത്തും സിനിമ സീരിയൽ പ്രൊഡ്യൂസറുമായിട്ടുള്ള ലൂസിയാമ്മ. അവർ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് അവരുടെ അനുഭവ കഥയാണ് നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളെ മാത്രമല്ല അമുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളെയും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വ്യക്തികളുടെ പേര് വിവരങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം ഇവർക്കാർക്കും തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനത്തിനിരയായ ആർക്കും തന്നെ പ്രായപൂർത്തി ആയിട്ടില്ല. അങ്ങനെ ഈ കോഴിക്കോട് തന്നെയുള്ള ഒരു 18 വയസ്സുകാരൻ സുഹൃത്ത്, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇയാളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുക ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വീട്ടുകാർ ചെന്ന് മുറി പരിശോധിച്ച സമയത്ത് നിസ്കരിക്കുന്നതാണ് കണ്ടതെന്നാണ് ലൂസിയാമ്മ പറയുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നേരെ ഈ ലൂസിയാമ്മയെ സമീപിച്ചു. അതിനുശേഷം ചിദാനന്ദപുരി സ്വാമികളെ സമീപിക്കുകയും അവിടെ വെച്ച് തിരിച്ച് മതപരിവർത്തനത്തിൽ നിന്ന് ആ കുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന കഥയാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഈ സംഘം വലയിലാക്കുന്നത് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവരുമായി സൗഹൃദം നടിക്കുന്നു. അതിനുശേഷം ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഇവരറിയാതെ തന്നെ എടുക്കുന്നു. പിന്നീട് മതം മാറിയില്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന കുട്ടികളൊക്കെ തന്നെ വിവാഹപ്രായമാവാത്തവരാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ നഗ്ന വീഡിയോയും നഗ്ന ഫോട്ടോയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇവരെ മതം മാറ്റുക, അതായത് തട്ടമിടാത്തവരോട് തട്ടമിടാനും പൊട്ട് മായ്ക്കാനുമാണ് ഇവർ പറയുന്നത്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും മാധ്യമങ്ങൾ അറിഞ്ഞാൽ പോലും പല മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് എത്തിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ലൂസിയാമ്മ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി അനുഭവ കഥകളാണ്. ഇതൊക്കെ തന്നെ കൃത്യമായി ഇവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇവർ ഓഡിയോ ക്ലിപ്പ് അടക്കം ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവർ പറയുന്നത് കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. അതിനുവേണ്ടി വിവിധ തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു അജണ്ടയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം അമുസ്ലിങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കണ്ടെത്തുക, അതിനുശേഷം അവരുമായി സൗഹൃദം നടിക്കുക, പിന്നീട് മതം മാറാൻ ഇവരെ നിർബന്ധിക്കുക. നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന രീതി ശരിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇൻജക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതം മാറ്റാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ ലൂസിയാമ്മ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 5-ലധികം അനുഭവങ്ങൾ ഒരു വർഷത്തിനിടെ തന്നെ ഇവർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ അറിയാതെ പോകുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പറയുന്നത് ഈ കേരള സമൂഹത്തിൽ ഇങ്ങനെയൊരു ലവ് ജിഹാദ് മതപരിവർത്തനം നടക്കുന്നത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അനഘയിലേക്ക് വരാം. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകളാണ്. മതം മാറ്റുന്നതിനായി ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അങ്ങനെ അനുഭവ കഥകൾ തുറന്നു പറയുകയാണ് ജനം ടിവിയോട് സാമൂഹിക പ്രവർത്തകയും സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ. ആ പ്രതികരണം കേട്ട ശേഷം വീണ്ടും അനഘയിലേക്ക് വരാം. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതംമാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്കത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അതാർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കും. അതെ, ആ ഇൻട്രസ്റ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ അവർക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ ഇവർ ആക്ട് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ കേസിൽ അവന് സിനിമയോടായിരുന്നു താല്പര്യം. എന്നിട്ട് ഇവരോട് പറഞ്ഞ് നിന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാം, അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ പയ്യനെ കൊണ്ടുപോയി. തിരിച്ച് വന്നപ്പോൾ തൊട്ട് ഈ പയ്യന് വല്ലാത്ത ചേഞ്ച് വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ കഥ അടച്ചിട്ട് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ നോക്കുമ്പോൾ പയ്യൻ നിസ്കരിക്കുന്നു. മാർക്സിസ്റ്റ് കുടുംബമാണ്. അവിടുത്തെ ഒരു BJP നേതാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അലിയേട്ടനെ വിളിച്ചു, സാറേ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ, സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അത് വെച്ചിട്ട് പറയാം. പക്ഷെ അതല്ല, അതിനേക്കാൾ നല്ലത് ചിദാനന്ദപുരി സ്വാമിജിയാണ്. നിങ്ങൾ സ്വാമിജിയുടെ അടുത്തേക്ക് മോനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു.
വീണ്ടും അനഘയിലേക്ക്. അനഘ, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ തിരിച്ചറിയും, അതിനനുസരിച്ച് അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടത്തും. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ സമീപിക്കുന്നു ജിഹാദികൾ, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഓരോ വിഭാഗത്തിനിടയിലേക്കും ഇവർ എത്തിച്ചേരുകയും അവിടെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ വീക്ക്നെസ്സിൽ മുതലെടുത്തുകൊണ്ട് അത് തങ്ങൾ നടത്തിത്തരാം, അല്ലെങ്കിൽ സിനിമയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ അവരോട് ഇതിൽ നിങ്ങളെ ഞങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാം, അല്ലെങ്കിൽ ധനസഹായം നൽകാം എന്നതടക്കമുള്ള പ്രലോഭനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ മതം മാറ്റാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കേരള സ്റ്റോറിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സിനിമ ഇവിടെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനവും അതുപോലെ തന്നെ ആ സിനിമയെ എതിർക്കാനുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ തത്രപ്പാടും ഒക്കെ അതിനുള്ളയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ കാര്യം തുറന്നു കാട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ ലൂസിയാമ്മയെ പോലെ നിരവധി ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ചിദാനന്ദപുരി സ്വാമികൾക്ക് ഇത്തരത്തിൽ നിരവധി ആളുകൾ സ്വാമിജിയെ സമീപിക്കാറുണ്ട്. മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് സ്വാമിജിക്ക് അടുത്ത് എത്താറുണ്ട്. അങ്ങനെ തിരഞ്ഞു പിടിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമുസ്ലിങ്ങളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമാണ് ഇവർ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ആദ്യം തന്നെ ഇവർ ഇത്തരത്തിൽ അവരുടെ മതത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ കുറിച്ചും ക്രിസ്ത്യൻ മതത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യം ഇവർ ഇത്തരം കുട്ടികളെ സമീപിക്കുന്നത് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, നല്ല മതമാണ്, ഞങ്ങളുടെ മതത്തിൽ ഇന്ന പോരായ്മകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിനുശേഷം ഇത്തരത്തിൽ തങ്ങളുടെ മതം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 ലവ് ജിഹാദ് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ നടന്നിട്ട് പോലും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സഖാവ് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇത് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൂടി ലൂസിയാമ്മയുടെ വാക്കുകൾ കേൾക്കണം. സ്വന്തം അനുഭവ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ലവ് ജിഹാദ് ഉണ്ട്. ആൺകുട്ടികളെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളെ പോലും ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ശ്രമം സമൂഹത്തിൽ തുടരുന്നുണ്ട് എന്നാണ് ലൂസിയാമ്മയുടെ അനുഭവ കഥകളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2, 3, 4 സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ലവ് ജിഹാദ് വിഷയത്തിൽ 2, 3 വിഷയങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയുന്നത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായി തന്നെയാണ്. അപ്പോൾ ഈ ലൂസിയാമ്മ വിരൽ ചൂണ്ടുന്നത് ഇതിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു തലത്തിലേക്കല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഈ വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സരോവരത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. അത് വലിയ വാർത്ത അന്നായിരുന്നു. അതായത് ഒരു 19 വയസ്സുള്ള പെൺകുട്ടി, അവൻ CA പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ മുസ്ലിമായിട്ടുള്ള ഒരു ആൺകുട്ടി, ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയോട് പ്രണയം തുറന്നു പറയുന്നു. ഈ പെൺകുട്ടി അതിന് സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഈ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു. അതിനുശേഷമാണ് ഈ CA പഠിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ആ യുവാവ് ഈ പെൺകുട്ടിയോട് പറയുന്നത്, നീ മതം മാറണം, തട്ടമിടണം, പൊട്ടു തൊടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ആ യുവാവിനുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പ്രണയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ പെൺകുട്ടി ഇത് കാര്യം രക്ഷിതാക്കളോട് പറയുന്നു. ഈ വിഷയം വലിയ ചർച്ചയാകുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ യുവാവിന് 100 ദിവസത്തിലധികം ഈ യുവാവ് റിമാൻഡിലാകുകയും ശിക്ഷ ലഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കോട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അന്ന് മുതൽ തന്നെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ശ്രമം, മുസ്ലിം ആക്കാനുള്ള, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ആക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പേറ്റ് നിലങ്ങളാക്കാനുള്ള ശ്രമം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഇത്തരത്തിൽ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ അത് മൂടി വെക്കാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ അവർ അത് മറച്ചു വെക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ആ മറയൊക്കെ നീക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ 1, 2, 3 ഒരാൾ
ആഴ്ചക്കിടയിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരം അനുഭവ കഥകൾ തുറന്നു പറയാനുള്ള നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരം അനുഭവ കഥകൾ പറയും. അങ്ങനെ എങ്കിൽ മാത്രമേ ലവ് ജിഹാദ് ഉണ്ട്. ഇത്തരത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് മുസ്ലിമാക്കാൻ, മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മതം മാറിക്കഴിഞ്ഞ പെൺകുട്ടികളെ ഒരു തരത്തിലും ഇവർ വിവാഹം കഴിക്കില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവരുടെ ജീവിതം നശിപ്പിക്കുക തുടങ്ങിയ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ജിഹാദി സംഘടനകൾ, അതൊന്നോ രണ്ടോ അല്ല, നിരവധി സംഘടനകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മതം മാറ്റാൻ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കും, അവരുടെ താല്പര്യങ്ങൾ അന്വേഷിച്ചറിയും, അവരോട് ചേർന്ന് നിൽക്കും, അവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിപ്പിക്കും. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. അങ്ങനെ അനുഭവകഥകൾ തുറന്നു പറയുകയായിരുന്നു സാമൂഹിക പ്രവർത്തക ലൂസിയമ്മ. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. വീണ്ടും ഇടവേള. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ആൺസുഹൃത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രൂരപീഡനമെന്നതിൽ ഉറച്ച് പെൺകുട്ടിയുടെ കുടുംബം. പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ലെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. തങ്ങൾക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം വ്യക്തമാക്കി. സുബിൻ തോമസിന്റെ റിപ്പോർട്ട്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ സഹോദരൻ ഇപ്പോൾ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? എങ്ങനെയാണ് നിലവിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇന്നലെ വന്ന് മൊഴി എടുത്തു, ഇനിയിപ്പോൾ എൻ്റെ മൊഴി എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാപ്പാനും ഉമ്മാനും പ്രതികളാക്കി കേസെടുക്കും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബാക്കി ഇതൊന്നും അറിയില്ല. എങ്ങനെ കേസെടുത്തേക്കണം, എന്തൊക്കെ സെക്ഷനാണ് ഇതൊന്നും അറിയില്ല. നമ്മുടെ മൊഴിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മതം മാറാനുള്ള കാരണം കൊണ്ടുമാണ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസ് എന്തെങ്കിലും വിവരങ്ങളെല്ലാം തന്നിട്ട് വല്ലതും ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ വകുപ്പുകൾ ചുമത്തണ ഇതും മതം മാറുമ്പോൾ അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, മർദ്ദിച്ച് അതെല്ലാം ചുമത്തണമല്ലോ. അടുത്തൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ റമീസിന്റെ കുടുംബം നിങ്ങൾക്കെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് നിങ്ങളും ഒരു തരത്തിൽ പ്രേരണ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ അതിൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ? അതിൽ വിശദീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊരു വലിയൊരു ഫേക്ക് ക്ലൗഡ് ഉണ്ടാകുന്ന ആ സംഭവം ഒരു എന്നോണം പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അവളുടെ ആത്മഹത്യക്കുറിപ്പിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വീട്ടുകാരുടെ സമ്മർദ്ദം സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നമ്മളൊരു സമ്മർദ്ദം കൊടുത്തുള്ള കല്യാണത്തിന് സമ്മതിച്ച നമ്മളും മതം മാറാൻ സമ്മതിച്ച നമ്മൾ പിന്നെ അവളെ എന്ത് പ്രഷർ കൊടുക്കണം? അവരെന്തർത്ഥത്തിൽ അങ്ങനെ പറയണം? ഈ പെൺകുട്ടിക്ക് ഈ സഹോദരിക്ക് ഈ വീട്ടിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നുള്ളത് കൂട്ടുകാരിയുടെ മൊഴിയാണ്. അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു മറുപടി എന്താണ് ഇപ്പോഴും? ഇത് അവര് പറഞ്ഞ ഇവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു പറ്റും. ഇവളെ ആരോടും ഇതൊന്നും പറഞ്ഞില്ല. ആ പാട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ അമ്മ ചോദിച്ചു, പാട് ചോദിച്ചപ്പോൾ ഇങ്ങനെ കൊച്ചിന്റെ മുഖം തട്ടിയതോ തല തട്ടിയതോ നമുക്ക്. അപ്പൊ പോലീസിന് കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ വിളിക്കാന്ന് പറഞ്ഞു ഫ്രീ ആവുമ്പോ. അപ്പൊ ഈ ഒരു ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു മകൾ മതം മാറ്റുന്ന നിർബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ സഹോദരി ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതെ, അതിനുള്ള ആ കൂട്ടുകാരിയുടെ മൊഴി തന്നെ പോരാ. ഇനി പിന്നെ ഇതിൽ ഇവര് അവരെന്ത് നുണ പറഞ്ഞിട്ട് എന്താ? കൂട്ടുകാരിയുടെ മൊഴി തന്നെ മതിയല്ലോ. പുള്ളി കൂട്ടിയിട്ട് എന്തുകൊണ്ടാ? ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടാണ് കൂട്ടിയിട്ട്. അവിടെ കൊണ്ടുപോയി അവർ കൂട്ടിയാണ്. അവരെന്തുകൊണ്ട് കൂട്ടിയിട്ട് അത് മാറാൻ ഇതുള്ള കേസ്. ഇനി ഇങ്ങനെ നുണകൾ പറഞ്ഞുണ്ടാക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഏതായാലും അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് നീതി കിട്ടുന്നവരെ നമ്മൾ മുന്നോട്ട് വന്നു. അത്തരത്തിലാണ് നീതി കിട്ടും വരെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടി കുടുംബം. അതോടൊപ്പം തന്നെ ഇന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമാവും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കളക്ടർ വിശദമായ പരിശോധന നടത്തേണ്ടതായുണ്ട്. ആ പരിശോധനകളെല്ലാം നടത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമുണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോതമംഗലത്ത് നിന്നും സുബിൻ തോമസ്, ജനം. മറ്റു വാർത്തകളിലേക്ക്. CPM നേതാവ് MV ജയരാജന് മറുപടിയുമായി C സദാനന്ദൻ മാസ്റ്റർ എം പി ആയി നാട്ടിൽ വിലസാമെന്ന് കരുതേണ്ടെന്ന MV ജയരാജന്റെ വെല്ലുവിളിക്കാണ് മറുപടി. MP ആയി വിലസാൻ തന്നെയാണ് തീരുമാനമെന്നും തടയാൻ ജയരാജനും സൈന്യത്തിനും
ജയരാജനും സൈന്യവും പോരാതെ വരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. കൊടും ക്രൂരത ചെയ്തതിനുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിച്ചതെന്നും സി സദാനന്ദൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഇത് മറുപടിയാണോ, ചുട്ട മറുപടിയാണോ? കൃഷ്ണരാജ്, കുറേ അധികം ദിവസങ്ങളായി ഈ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് CPM നേതാക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ രണ്ട് കാലുകളും, അത് ഒരു കാല് മാത്രമല്ല, രണ്ട് കാലുകളും മുട്ടിന് മുകളിൽ കൊത്തിയെരിഞ്ഞ് കിടത്തിയ ആൾ, അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു. അവരേത് ആശയം അദ്ദേഹം പിന്തുടരരുത് എന്ന് കരുതിയാണോ കാലുകൾ കൊത്തിയെരിഞ്ഞത്, അതേ ആശയം പിന്തുടരുന്നു. അതിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായി മാറുന്നു. അത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നു. CPM-നെതിരായ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായി മാറുന്നു. സ്വാഭാവികമായും CPM-നുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വ്യക്തി രാജ്യസഭ MP ആയി മാറി ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. വലിയ ചർച്ചയായി മാറിയിരുന്നു. ആ സമയത്ത് CPM-ന്റെ കൊടും ക്രൂരത, മാവോയിസ്റ്റുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള CPM-ന്റെ കൊടും ക്രൂരത രാജ്യമാകെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളിലടക്കം ഈ CPM-നെ ഒരു ഭാഗത്ത് നിർത്തി ക്രൂരതയുടെ പര്യായങ്ങളായി നിർത്തിക്കൊണ്ട് ഇത് ചർച്ചയാകുന്നതും നമ്മൾ കണ്ടു. ഇത്രയും നാൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് CPM-ന്റെ നേതാക്കൾ. ഗാസയിലും മറ്റും പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ എത്തുന്നവരായി ഇവർ അവതരിച്ചിരുന്നു. പക്ഷേ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കെ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ബോംബെറിഞ്ഞ് ഇരു കാലുകളും വെട്ടിയെരിഞ്ഞ ശേഷം ഇനി ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം ആ കാലുകൾ റോഡിലിട്ട് ഉരച്ച് നശിപ്പിച്ച ശേഷം അത്രയധികം ക്രൂരത കാട്ടിയ വിവരം ഈ രാജ്യമാകെ ചർച്ച ചെയ്യുകയും ആ മരക്കാലുകളിൽ ഊന്നി അദ്ദേഹം ആ രാജ്യസഭയിലേക്ക് കടന്നു വന്നപ്പോൾ തുടങ്ങിയതാണ് അവർക്ക് ആ ബുദ്ധിമുട്ട്. അത് വീണ്ടും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിന് പിന്നീട് സംഭവിച്ചതാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ കാലുകൾ വെട്ടിമാറ്റിയ കേസിലെ കൊടും ക്രൂരന്മാർ അവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഒരാൾ, ഇരയായ വ്യക്തി രാജ്യസഭയിലേക്ക്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലേക്ക് ആ മരക്കാലുകളിൽ നടന്നു കയറുന്നു. അതിന് നേതൃത്വം നൽകിയ കൊലപാതകികൾ ജയിലഴിയിലേക്ക്, ഇരുമ്പഴി എണ്ണുന്നതിന് പോകുന്നു, ഇരുട്ടറയിലേക്ക് തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമനില തെറ്റി എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. കൊടും ക്രിമിനൽ എന്നൊക്കെയുള്ള ഭാഷയിലാണ് സി സദാനന്ദൻ മാസ്റ്റർ MP-യെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയായി വേണം ഈ MP ജയരാജൻ്റെ പ്രസ്താവനയെ കാണാൻ. സ്വാഭാവികമായും പാർട്ടി പറഞ്ഞതനുസരിച്ച് മഴവും കഠാരയും ഒക്കെയായി ഒരു വ്യക്തിയെ ഈ രീതിയിൽ ചിത്രവധം ചെയ്യുമ്പോൾ, അതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കെതിരെ അവർ തിരിയാതിരിക്കണം എന്ന ബോധ്യത്തോടു കൂടിയാകണം ഒരുപക്ഷെ MP ജയരാജൻ ഈ പ്രസ്താവന നടത്തിയത് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ സി സദാനന്ദൻ മാസ്റ്റർ തന്നെ അതിന് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് MP ആയി വിലസാമ എന്ന് കരുതണ്ട എന്നാണ് MP ജയരാജൻ പറഞ്ഞതെങ്കിൽ അതിന് മറുപടി നൽകിയിരിക്കുന്നത് MP ആയി വിലസാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. മാത്രമല്ല, തിരക്കിലായതുകൊണ്ടാണ് സഖാവിൻ്റെ തിട്ടൂരമറിയാൻ വൈകിയത്. താങ്കളോ താങ്കളുടെ പരിവാരങ്ങളോ മതിയാകില്ല ഈ MP ആയി അവിടെ വിലസുന്നതിന് തടയാൻ എന്ന് ചുട്ട മറുപടി നൽകുന്നു സി സദാനന്ദൻ മാസ്റ്റർ MP. നിങ്ങളുടെ സഖാക്കളെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മഴവും നൽകി പറഞ്ഞയച്ചതിനനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ് കിട്ടിയത്. ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ഫലമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. നിങ്ങളുടെ അടിമത്തം പേറാൻ മനസ്സില്ലെന്ന് ചങ്കുറ്റത്തോടെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം തന്നോടൊപ്പമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പറയണമെന്ന് ചിന്തിച്ചതേ അല്ലെന്നും പറയരുതെന്ന് തന്നെയാണ് നിശ്ചയിച്ചിരുന്നതെന്നും സി സദാനന്ദൻ മാസ്റ്റർ MP എഴുതുന്നുണ്ട്.
പറയിപ്പിച്ച് അടങ്ങൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. നാടിന് ഗുണമുണ്ടാകുന്ന പണി ധാരാളം വേറെയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മുൻപ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇനി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്നുള്ളതാണ്. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കാനുള്ള അവസാന അടവ് എന്ന രീതിയിലാണ് അവർ ഇത് പ്രയോഗിക്കുന്നത്. എന്തായാലും ചുട്ട മറുപടി CPIM-ന് MV ജയരാജന് കിട്ടിയിരിക്കുന്നു. ശ്രീകാന്ത്, അതായത് ആദ്യം സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ അറുത്തുമാറ്റി, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനൊന്നും താൻ നിന്നു തരില്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് സദാനന്ദൻ മാസ്റ്റർ. നോക്കൂ, ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഒരേ സമയം ആകസ്മികമായെങ്കിലും ഞാൻ വരാം, ശ്രീകാന്തിലേക്ക് വരാം. സദാനന്ദൻ മാസ്റ്റർ MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. സദാനന്ദൻ മാസ്റ്റർ MP, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കാൻ വന്ന അതേ ചോദ്യം അങ്ങയോടാകാം. അതായത് ആദ്യം അങ്ങയുടെ കാലുകൾ അറുത്തുമാറ്റി, ഇപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പറയാനില്ല എന്ന് തീരുമാനിച്ച ഇടത്തുനിന്ന് പറഞ്ഞേ തീരൂ എന്ന നിലപാടിലേക്ക് അങ്ങെത്തിയത് എന്തുകൊണ്ടാണ്? നമസ്കാരം. അതായത് ഞാൻ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദിനം മുതൽ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളും മറ്റാളുകളുമൊക്കെ എന്റെ നേരെ CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമവുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എടുത്ത നിലപാട്, എന്റെ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട്, പഴയ കാര്യങ്ങൾ, പഴയതായാലും നമ്മുടെ കണ്ണൂരിൽ നല്ല തോതിൽ സമാധാനം കൈവന്നിട്ടുണ്ട്. ആ സമാധാനം കൈവരാൻ ഒരുപാട് സഹിക്കേണ്ടി വന്നവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ കാര്യകർത്താക്കന്മാര്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ സമാധാനം കൈവന്നിരിക്കുന്ന ഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് സ്ഥിതി വഷളാക്കരുത്, ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് വളരെ കരുതലോടെയാണ് ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ CPIM-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം നിന്ദ്യമായ തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. അവർ അവരുടെ മുഖപത്രത്തിലൂടെ, അവരുടെ ചാനലിലൂടെ MP ആയി നിയോഗിക്കപ്പെട്ട ആൾ അതിന് യോഗ്യനല്ലെന്നും അയാൾ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നും കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ബുദ്ധി കേന്ദ്രവും ഇയാളാണെന്നും ഒക്കെ ഒരു മാധ്യമത്തിന് ചേരാത്ത തരത്തിൽ, മാധ്യമ മര്യാദയ്ക്ക് ഒട്ടും ചേരാത്ത തരത്തിൽ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ ചെറിയ ചെറിയ പരാമർശങ്ങളിലൂടെയും ഒക്കെ അവർ ഈ നിലയ്ക്ക് ഉള്ള പ്രതികരണം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അത് സ്വാഭാവികമായ തരത്തിൽ എന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട അവരുടെ പ്രതികൾ, എന്നെ ക്രൂരമായി ആക്രമിച്ച കുറ്റവാളികൾ ജയിലിലേക്ക് പോയേ തീരൂ എന്ന് എല്ലാ തലങ്ങളിലുമുള്ള നീതിപീഠങ്ങൾ, വിചാരണ കോടതിയാവട്ടെ, സെഷൻസ് കോടതിയാവട്ടെ, ഹൈക്കോടതിയാവട്ടെ, അത് കഴിഞ്ഞ് സുപ്രീം കോടതി എന്റെ നേരെ നടന്ന ആക്രമണത്തിന് കാരണക്കാരായ പ്രതികളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ശരിവെക്കുന്ന നിലപാട് സ്വീകരിച്ച് അവർ ജയിലിലേക്ക് പോവുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് തികച്ചും യാദൃച്ഛികമാണ്. എന്റെ രാജ്യസഭയിലേക്ക് യാദൃച്ഛികമാണ്, പക്ഷെ അതാണ് റിസൾട്ട്. അങ്ങയുടെ സ്ഥാനാരോഹണം പുതിയ തലത്തിലേക്ക് അങ്ങ് എത്തി നിൽക്കുന്നു. അതേസമയം അങ്ങയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ജയിലിലേക്ക് പോകുന്നു. അത് അവരിൽ വല്ലാത്തൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഒരുപക്ഷെ അവരുടെ പാർട്ടിക്കുള്ളിൽ അണികളിലൊക്കെ ആത്മവിശ്വാസത്തിന്റെ തോത് വലിയ തോതിൽ കുറയാനും അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ മനംമടുത്തു നിൽക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളിൽ മനംമാറ്റം ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു സംഭവം സഹായകമാകും എന്നവർ പേടിക്കുകയാണ്, അവർ ഭയപ്പെടുകയാണ്. ആ ഭയത്തിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് ഇതിനെയൊക്കെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. പക്ഷേ അതിര് കടക്കുകയാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KK രാകേഷ്, അദ്ദേഹം മുൻ MP കൂടിയാണ്, നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ, കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, ഇപ്പോൾ MV ജയരാജൻ പൊതുയോഗത്തിലാണ് സംസാരിക്കുന്നത്. പൊതുയോഗത്തിൽ അങ്ങേയറ്റം പ്രകോപനപരമായ, ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അത് കേൾക്കുന്ന സമയത്ത് അവരെ പ്രകോപിതരാക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വെല്ലുവിളി നിറഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ നിലയ്ക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടത്.
അപ്പൊ അതിലൂടെ ആ നിലയ്ക്കുള്ള ഒരു ഭീഷണി ഇനിയും അവർ ഉയർത്തുകയാണ് എന്ന നിലയ്ക്ക് വരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിൽ ഗൂഢോദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വലിയ തോതിൽ അന്തരീക്ഷത്തിൽ കാലുഷ്യമുണ്ടാക്കി അത് മറ്റുള്ളവരിലേക്ക് പടർത്തി സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തണം എന്നുള്ള മനഃപൂർവമായ പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അങ്ങയെ വിടാതെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ഇവർ? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങളെ, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു ഇഞ്ച് മുന്നോട്ട് വയ്ക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. അതിന്റെ പേരിലാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രസ്ഥാനത്തിന് ഗുണകരമാവുന്ന തരത്തിൽ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കുതിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അസഹിഷ്ണുക്കളാവുകയാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികളോടും രാഷ്ട്രീയ ദർശനങ്ങളോടും അവർക്ക് സ്വതവേയുള്ള മാർക്സിസം എന്ന ആശയം തന്നെ അതിന്റെ അടിത്തറയിലുള്ളതാണ്. ഇതര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ, മറ്റു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ശൈലിയാണ് അവരുടേത്. അത് അവരുടെ ജാതകവശാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതി അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി സമാധാനം കൈവരുത്താനുള്ള പരിശ്രമങ്ങൾ നമ്മളെല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും അവർ അതിൽ തൃപ്തരല്ല. അവർക്ക് ആവശ്യം നിരന്തരം സംഘർഷവും വെല്ലുവിളികളും ഭീഷണികളും കൊലപാതകങ്ങളും ഒക്കെയാണ്. അത് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, നന്ദി സദാനന്ദൻ മാസ്റ്റർ ഒപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്. ഏതായാലും കൃത്യമായ മറുപടിയാണ് അങ്ങ് CPMന്റെ മുറിവേൽപ്പിക്കൽ തുടരുന്ന നേതാക്കൾക്ക് മറുപടിയായി നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ വിലസുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ശ്രീകാന്ത്, തുടർന്നോളൂ. കൃഷ്ണരാജ്, ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇരയാകും എന്ന് അവർ കരുതിയ, ഇരയാക്കാം എന്ന് അവർ കരുതിയ വ്യക്തി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക് മരക്കാലുകളാൽ ചവിട്ടിയാണെങ്കിലും അദ്ദേഹം നടന്നു കയറുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ കാലുകൾ കൊത്തിയെരിഞ്ഞ കൊടും ഭീകരർ ഇതാ ഈ ജയിലിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഇരുമ്പഴി എണ്ണാൻ പോകുന്ന സാഹചര്യം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മവിശ്വാസം പാടെ തകർക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമാണ് അത്. ഇനി ഒരിക്കലും എഴുന്നേക്കരുത് എന്ന് തീരുമാനിച്ച്, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് എന്ന് തീരുമാനിച്ച്, ഈ ആശയപ്രചരണം നടത്തരുത് എന്ന് തീരുമാനിച്ചാണ് CPMന്റെ കൊലയാളിക്കൂട്ടം അന്ന് സദാനന്ദൻ മാസ്റ്റർ MPയുടെ കാലുകൾ വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതും വെറുതെ വെട്ടിമാറ്റുകയല്ല ചെയ്തത്. ഈ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ ബാർബാറിക് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം കാലുകൾ വെട്ടിമാറ്റി, ഒപ്പം ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം താറിട്ട റോഡിൽ ഉരച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ MV ജയരാജന്റെയൊക്കെ കാലത്ത് നടന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഇവരുടെ നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആ സംഭവം, അതിൽ പ്രതികളായ ആളുകൾ ഒരു പക്ഷേ പാർട്ടിക്കെതിരായി തിരിയുമോ എന്നുള്ള ഭയം കൂടി ഒരു പക്ഷേ അവർക്കുണ്ടാകും. നമ്മൾ അറിഞ്ഞിടത്തോളം അതിൽ 1-2 പേർ നിലവിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമീപനങ്ങളിലൊക്കെ തന്നെ അതൃപ്തരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ആത്മവിശ്വാസം നൽകണമെങ്കിൽ, അവരെ ജയിലിലേക്ക് അയക്കുന്ന പാർട്ടി തങ്ങളെ കൈവിട്ടു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് യാത്രയയപ്പ് നൽകണം. ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും വേണം എന്ന് അവർക്ക് സ്വാഭാവികമായും അറിയാം. അതുതന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ MPയുടെ കാര്യത്തിലും നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് കൊലപ്പെടുത്താതെ ജീവച്ഛവമാക്കി ഉപേക്ഷിച്ച വ്യക്തി വീണ്ടും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് അതേ ആശയം പ്രചരിപ്പിക്കുന്നു. അത് മാത്രമല്ല, അത് ഈ രാജ്യമെങ്ങും പ്രചരിപ്പിക്കുന്നു. CPM കൊടും ക്രൂരതയുടെ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് എതിരായ മുന്നണി പോരാളിയായി പാർലമെന്റിലെത്തുന്നു എന്ന് പറയുമ്പോൾ CPIMന്റെ മുഖമടച്ചുള്ള അടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന CPM നേതാവ് MV ജയരാജന് മറുപടിയുമായി സദാനന്ദൻ മാസ്റ്റർ MP. അദ്ദേഹം ജനTVയോടും പ്രതികരിച്ചു. അസഹിഷ്ണുത അവസാനിച്ചിട്ടില്ല CPMന് എന്ന് വ്യക്തമാക്കുന്നുണ്ട്
ഓരോ പ്രതികരണങ്ങളും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ MPയായി നാട്ടിൽ വിലസാമെന്ന് കരുതേണ്ടെന്നാണ് MV ജയരാജൻ്റെ വെല്ലുവിളിയെങ്കിൽ MPയായി നാട്ടിൽ വിലസുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം മറുപടി നൽകുന്നു. അത് തടയാൻ ജയരാജനോ ജയരാജൻ്റെ സൈന്യമോ പോരാതെ വരും എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു സി സദാനന്ദൻ മാസ്റ്റർ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അന്വേഷണം അട്ടിമറിച്ച് സർക്കാർ. വേടനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പോലീസ് പറഞ്ഞു. തൃക്കാക്കര ASPയുടെ നേതൃത്വത്തിലുള്ള ടീം വേടനെ തേടി കേരളത്തിന് പുറത്തേക്ക് പോകില്ല. ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടതോടെയാണ് അന്വേഷണ സംഘം നിഷ്ക്രിയമായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ബലാത്സംഗ കേസ് പ്രതിയാണ്, പക്ഷേ പുറത്തേക്ക് പോയോ എന്ന സംശയം പോലുമുണ്ട്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അന്വേഷിക്കാൻ ഞങ്ങളില്ല എന്ന് പോലീസ് അങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. അതെ കൃഷ്ണരാജ്, അതായത് റാപ്പർ വേടനെതിരായിട്ടുള്ള ബലാത്സംഗ കേസ് പോലീസ് എടുത്തതിന് ശേഷം ഒരു നിഷ്ക്രിയത്വം പാലിക്കുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. കേസെടുത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴും റാപ്പർ വേടൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി 18-ാം തീയതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞത് അന്വേഷണം സംഘം 2ആയിട്ട് തിരിഞ്ഞുകൊണ്ട് ഇതര സംസ്ഥാനത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ളതായിരുന്നു നിലപാട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. അതായത് റാപ്പർ വേടനെ എവിടെയാണെങ്കിലും പിടികൂടുമെന്നുള്ളതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഭാഗത്തൊന്നും പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലുക്കൌട്ട് നോട്ടീസ് നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് നിലവിലെ പുരോഗതി എന്ന് പറയുന്നത്. മറിച്ച് റാപ്പർ വേടൻ എവിടെയാണെന്ന് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഇതര സംസ്ഥാനത്തേക്ക് പോകുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല. സർക്കാർ ഈ അന്വേഷണം അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം റാപ്പർ വേടനെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിന് നേരത്തെ ഉള്ള ഒരു അജണ്ട തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒരു മന്ദഗതിയിലാക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ആ ഒരു ഘട്ടം വരെ റാപ്പർ വേടനെ ഒളിവിൽ താമസിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ തിരഞ്ഞ് കണ്ടെത്തേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് തുടരുന്നത്. എന്തായാലും 18-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് എതിർത്തുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എതിർപ്പ് മാത്രമേ പ്രോസിക്യൂഷന് ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എത്രത്തോളം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നതിൽ ചില വെല്ലുവിളികൾ പോലീസിന്റെ പക്കലുണ്ട്. അത് മാത്രമല്ല ഈ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് തെളിവുകളായിട്ട് പോലീസിന് നിരത്താൻ സാധിക്കുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും റാപ്പർ വേടനെ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ സഹായിക്കുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിച്ചു വരികയാണ്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷണവുമായിട്ട് ഈ പറയുന്ന ഇതര സംസ്ഥാനത്തേക്ക് പോകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരോടക്കം നമ്മൾ അന്വേഷിച്ച സമയത്തും ഇത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാരിന്റെ ആ ഒരു ആവശ്യം, അതായത് ഈ കേസ് അന്വേഷണം അപ്പാടെ അട്ടിമറിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം തന്നെയാണ് പോലീസ് നിറവേറ്റുന്നത്. ഇനി 18-ാം തീയതി പ്രോസിക്യൂഷൻ എന്ത് നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിക്കുക, റാപ്പർ വേടനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് വിധത്തിൽ അന്വേഷണം നടന്നു, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കേണ്ടത്. റാപ്പർ വേടന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. കൃഷ്ണരാജ്. ശരി, ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കുകയാണ് സർക്കാരും പോലീസും. ഒരു വിവരവുമില്ല വേടനെ കുറിച്ചെന്നാണ് പോലീസ് പറയുന്നത്. തേടിപ്പോകാൻ തയ്യാറുമല്ല കേരളത്തിന് പുറത്തേക്ക്. ഏതായാലും ഉന്നത ബന്ധങ്ങൾ വ്യക്തമാകുന്നു, ഉന്നത സമ്മർദ്ദം തെളിയുന്നു. വിവരങ്ങളുമായി ഒപ്പം ചേർന്നത് രേഷ്മ ബാബു. ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഭാരതത്തിനെതിരെ ഒരു യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറാണെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പോലെ യുദ്ധത്തിന് ഭാരതം ഒരുമ്പെട്ടാൽ പാകിസ്ഥാനിലെ മുഴുവൻ പ്രവിശ്യകളിലെയും ജനങ്ങൾ അണിനിരക്കുമെന്ന് ഭീഷണി. നദീജലം തിരികെ ലഭിക്കുന്നതിന് യുദ്ധത്തിന് തയ്യാറെന്നും ബിലാവൽ പറയുന്നു. पाकिस्तान ने ये जंग नहीं छेड़ा था. हम हमेशा अमन के बारे में बात करते हैं. जहां
दुनिया भर में पाकिस्तान के सफ़ीर पहुँचे, नुमाइंदे पहुँचे, हमने अमन की बात की, भारत ने जंग की बात की। लेकिन अगर जंग छेड़ा गया है तो हम शाह अब्दुल लतीफ़ पिठाई की धरती से मोदी सरकार को बताना चाहेंगे कि हम पीछे नहीं हटते। सिंधु की तरफ इस किस्म की हमला के बारे में सोचेंगे तो फिर पाकिस्तान के हर सूबे के अवाम आपका मुकाबला करने के लिए तैयार है, और ये ऐसे जंग है जो आप ज़रूर हारेंगे। ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഈ ബിലാവൽ ഭൂട്ടോയുടെ വിടുവായത്വം ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതം ആവർത്തിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ കേണപേക്ഷിച്ചത് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത്, ഭാരതം ആക്രമണം അവസാനിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഭീകരതയുടെ അടിവേരറുത്തേനെ എന്നാവർത്തിച്ച് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിയും പറഞ്ഞു അടുത്ത യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് ഭാരതം എന്ന്. അതിന് തൊട്ടു പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ വിടുവായത്തം വരുന്നത്. എന്താണ് ബിലാവൽ പറയുന്നത്? ഷാജി, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ തിരിച്ചടിയേക്കാൾ വലുതാണ് ഈ സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചതും അവർക്ക് ജലം നൽകാതിരിക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് മുകളിൽ വലിയ പ്രഷർ ഇതിനോടകം തന്നെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ തെരുവിലിറങ്ങും എന്നുള്ള ഭയം അവർക്കുണ്ട് താനും. അതിനാലാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം അവർ നടത്തുന്നത്. ഇപ്പോൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിന്ധു നദിക്ക് കുറുകെ ഭാരതം അണക്കെട്ട് പണിയുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ പോലും കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന, കാര്യമായ സംഭാവനകൾ ആ രാജ്യത്തിന് പോലും ചെയ്യാൻ കഴിയാതിരുന്ന വ്യക്തിയാണ് ബിലാവൽ ഭൂട്ടോ. ഒരു പക്ഷേ ഇന്ത്യ ഇത് അത്ര ഗൗരവത്തിലൊന്നും കാണാനും സാധ്യതയില്ല. മറ്റൊന്ന്, ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറാണെന്നാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു യുദ്ധത്തിന് ഇന്ത്യ ഒരുമ്പെട്ടാൽ പാകിസ്ഥാനിലെ മുഴുവൻ പ്രവിശ്യയിലെയും ജനങ്ങൾ ഇന്ത്യക്കെതിരെ അണിനിരക്കുമെന്നും ബിലാവൽ ഭൂട്ടോ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്നും ബിലാവൽ ഭൂട്ടോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നദീജലം തിരികെ ലഭിക്കുന്നതിന് യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ അവകാശവാദം. പാക് സൈനിക മേധാവി നടത്തിയ ആണവായുധ ഭീഷണിക്ക് പിന്നാലെയാണ് നിലവിൽ ഈ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തുനിന്നും ഈ നീക്കം ഉണ്ടാകുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ ഭദ്രമാണ്. നമ്മുടെ സൈന്യം അതിശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കരസേന സജ്ജമാണെന്ന് അതിൻ്റെ മേധാവി തന്നെ വ്യക്തമാക്കി. വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയുടെ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തു. ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി തുടരുകയാണ് അവിടുത്തെ നേതാക്കൾ. ഈ അധിക നാളായിട്ടില്ല പാകിസ്ഥാന് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ നദികൾ പിടിച്ചെടുക്കുമെന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് ബിലാവൽ ഭൂട്ടോ. അമ്പയെ പരാജയപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ആ സർക്കാരിനെ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എത്രമാത്രം അവിടുത്തെ ജനങ്ങൾ വെറുക്കുന്നുണ്ടെന്നും പൊതുബോധ്യമുണ്ട് സമൂഹത്തിന്. എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയെ പിടിച്ചടക്കുമെന്നൊക്കെ പറയുന്നത്. ശ്രീകാന്ത്, പ്രഷാജ്, ഈ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈ 6 നദികളിലെ ജലം അവിടേക്ക് ഒഴുകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ വലിയ പ്രതിഷേധത്തിലാണ്. അവിടുത്തെ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർന്നുകൂടുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ അവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ മറ്റ് പോംവഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും നദികൾ പിടിച്ചെടുക്കും, ഞങ്ങൾ ജനങ്ങളെ കൂട്ടി യുദ്ധം ചെയ്യും തുടങ്ങിയ കലാപരിപാടികൾ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകും. ഈ ബിലാവൽ ഭൂട്ടോ എന്തൊക്കെ തരത്തിലുള്ള വാചകമടി നടത്തും എന്നുള്ളത് ഇതിനോടകം നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഏറ്റവും ദുർബലനായ വ്യക്തി എന്ന രീതിയിൽ, ഭരണാധികാരി എന്ന രീതിയിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ. അപ്പോൾ സ്വാഭാവികമായും പ്രസ്താവന യുദ്ധം നടത്തുന്നതിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിതാവും എത്രത്തോളമാണ് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ വാക്കിൽ മാത്രമാണ് കാര്യം. ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ.
മുൻ വിദേശകാര്യമന്ത്രിയാണ്. പക്ഷേ വിടുവായത്വം എന്ന വിലയിരുത്തലാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുക ശ്രീകാന്ത്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ തലശ്ശേരിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വിളിച്ചു പറയരുതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേ എനിക്കും പറയാനുള്ളൂ. മൈക്ക് കാണുമ്പോൾ, മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. അഭിനയ പാമ്പ്ളാനി പിതാവിനെ എന്ത് കാരണത്താലാണ് ഇവർ വിമർശിക്കുന്നത്? ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അമിത്ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞതിലാണോ? അതിലെന്താണ് തെറ്റിരിക്കുന്നത്? അഭിനയ പിതാവ് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട സന്യാസിനിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹായത്തിന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ശ്രീ വേണുഗോപാൽ സാറ്, അതുപോലെ റോജി ജോൺ MLA, സജീവ് ജോസഫ് MLA, സണ്ണി ജോസഫ് സാറ് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ MP ശ്രീ ജോൺ ബ്രിട്ടാസ് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവർ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ കേരള ഘടകത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും, അതുപോലെ അനൂപ് ആന്റണി അവറുകൾ, ഷോൺ ജോർജ്, അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് നേടിത്തന്നു കഴിയുമ്പോൾ അതിന് സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്. അതേ പിതാവ് പറഞ്ഞിട്ടുള്ളൂ. അതിന് പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഈ പറഞ്ഞ ഇടതുപക്ഷ നേതാക്കളോടും അഭിനയ പിതാവിന് നല്ല ബന്ധമുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും, അതുപോലെ സ്പീക്കറോടും മറ്റ് നേതാക്കന്മാരോടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. ഇത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ MV ഗോവിന്ദൻ്റെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള സമന്വിതരായ വ്യക്തികൾ ഇരുന്ന ഒരു പദവിയാണത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബന്ധത്തിൽ ഉലച്ചിൽ വരേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഒരാളൊരു പ്രസ്താവന ഇറക്കി, അത് ഒരു അല്ലെങ്കിൽ അവരൊരു പത്രക്കുറിപ്പ് ഔദ്യോഗികമായിട്ട് ഇറക്കട്ടെ, പാർട്ടിയുടേതായിട്ട്. തീർച്ചയായിട്ടും അത് രൂപതയുടെ അധ്യക്ഷനെ അതിക്രമിച്ചാൽ പിന്നെ രൂപതയിലുള്ള അംഗങ്ങൾ നോക്കിയിരിക്കുമോ? ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് അധിക്ഷേപിച്ചാൽ അദ്ദേഹം അതിന് ഉത്തരം പറയും. അതുപോലെ തന്നെ അതിരൂപത, തലശ്ശേരി അതിരൂപതയ്ക്ക് അല്ലെങ്കിൽ കേരള സഭയ്ക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. അഭിനയ പിതാക്കന്മാർ ആരുടെയും അടിമകളല്ല. ആരുടെയും അനുവാദം അവർക്ക് ആവശ്യമില്ല പൊതുവിഷയങ്ങളിൽ സംസാരിക്കാൻ. ഈ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 സന്യാസിനിമാരുടെ മോചനത്തിന് വേണ്ടി ക്രിയാത്മകമായി ഇടപെട്ടവർക്കൊക്കെ നന്ദി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ BJPയുടെ നേതാക്കന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ BJPക്കാരാണെന്നോ BJPയുടെ അടിമയാണെന്നോ ഒന്നും വരുന്നില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. DYFIയുടെ നേതാക്കന്മാർ അതൊക്കെ വെറും പിള്ളേര് കളി, അത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് അവർക്ക് ഓരോരുത്തർക്ക് ആളാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് ആലോചിച്ച് ചെയ്യട്ടെ. അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. അപ്പം തിരുത്തിയാൽ നല്ലത്. ഇനിയൊരു 3ാം പിണറായി സർക്കാർ ആവശ്യമില്ലെന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അത് അവർക്ക് ആലോചിക്കാൻ ബുദ്ധിയുള്ളവരാണല്ലോ. സഭയുടെ അഭ്യന്തരായ പിതാക്കന്മാരെ അനാവശ്യമായി അധിക്ഷേപിച്ചാൽ അതിന് പ്രതിഫലനങ്ങളുണ്ടാവും. അത് തീർച്ചയാണല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പാർട്ടിയുടെ നിലപാടായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ല. അദ്ദേഹം ഒരു ആവേശത്തരതള്ളിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തോട് 1 മാസം മുമ്പ് പറഞ്ഞത്. അങ്ങനെ വികാര ആവേശത്തിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പറയരുത് എന്ന് പറഞ്ഞതല്ലേ. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. RSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ശ്രീ MV ഗോവിന്ദൻ മാഷ് അന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരുത്തിയത്. സുബോധമുള്ള ആളുകൾ തിരുത്തും. അത് ഒരു മാന്യതയ്ക്ക് ചേർന്നതല്ല, ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിപ്പോയി എന്നുള്ളത് പൊതുവെ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇതിൽ മാഷ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ജയിൽ മോചിതരായ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയൊക്കെ പിന്തുണച്ചു. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിലും അതേ ശക്തി തന്നെയല്ലേ? അത് സഭ മറന്നു പോകുന്നത് എന്താണ്? അത് ആ
അവസരവാദം എന്നതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത് അതാണ്. അതിനെങ്ങനെയാണ് സഭ ആ വിഷയത്തിന്റെ മെറിറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അവസരവാദമല്ല. അതിന് തൊട്ട് മുമ്പത്തെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലൊരു പ്രത്യേക സെൻറ്റൻസ് മാത്രമല്ല, ഒരു ഇൻസിഡൻറ്റ് മാത്രം എടുത്ത് പറയുമ്പോഴാണ് ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതിന് തൊട്ട് മുമ്പ് അതിരൂക്ഷമായ ഭാഷയിൽ എറണാകുളത്ത് വെച്ച് അഭിനന്ദ പിതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതല്ലേ? അല്ലെങ്കിൽ പല സ്ഥലത്ത് വെച്ച് പിതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ഈ തിന്മയെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇവിടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും, അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ലഭിക്കണമെന്നാണ് സഭയുടെ നിലപാട്. അത് അഭിനന്ദ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് സുചിന്തിതമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മളെ സഹായിച്ചത് അത് ആരാണേലും അവർക്ക് നന്ദി പറയുന്നത് സംസ്കാരമുള്ളവരുടെ ഒരു നിലപാടാണ്. അതാണ് പിതാവ് പറഞ്ഞത്. അതിനെ മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ശരി, എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനമാണ്. സബ്സ്റ്റാൻഡേർഡായി പോയി പ്രതികരണം, പാമ്പ്ലാനി പിതാവിന് നേരെ ഉണ്ടായ പ്രതികരണം എന്നാണ് പറയുന്നത്. മാത്രമല്ല, ആ സ്ഥാനത്തിരിക്കുന്നയാൾ പറയേണ്ടതാണോ പറഞ്ഞതെന്നൊന്ന് ഓർക്കണം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന അവസ്ഥയിൽ പ്രതികരിക്കുന്നയാളാണ് എം വി ഗോവിന്ദൻ. പിന്നെ ഡിവൈഎഫ്ഐക്കാരുടെ പ്രതികരണത്തിന് മറുപടിയായി പറയുന്നത് അതൊക്കെ പിള്ളേര് കളിയാണ്, ആളാവാൻ നോക്കുന്നതാണ്, അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല എന്നാണ്. സഹായിച്ചവരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ അനുസ്മരിക്കും, ഓർക്കും, അക്കാര്യത്തിൽ സംശയമില്ല. അനൂപ് ആന്റണിയുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഒക്കെ പേരെടുത്തു പറഞ്ഞാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ തലശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പുത്തൻ പുലരി 1 മണിക്കൂറും 8 മിനിറ്റും പിന്നിടുകയാണ്. സാധാരണ നമ്മൾ 8 മണിക്ക് അടുത്ത മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരണം വന്ന കാരണത്താൽ, തത്സമയം വന്ന കാരണത്താലാണ് അല്പം വൈകിപ്പോയത്. ഏതായാലും വരാനിരിക്കുന്ന മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി പാക് മുൻ വിദേശകാര്യമന്ത്രി. യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറെന്ന് ബിലാവൽ ഭൂട്ടോ. നദീജലം തിരികെ ലഭിക്കാൻ യുദ്ധത്തിന് തയ്യാറെന്നും പ്രഖ്യാപനം. എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത. മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരായ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനം. ഗോവിന്ദൻ പക്വത കാണിക്കണം. നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖറിനും നന്ദി പറഞ്ഞതിലാണോ ഗോവിന്ദന് വിഷമമെന്നും ചോദ്യം. കോതമംഗലം ലവ് ജിഹാദ് മരണത്തിൽ അന്വേഷണം നിഷ്ക്രിയം. ആൺ സുഹൃത്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കില്ല. നിർബന്ധിത മതപരിവർത്തന ശ്രമമെന്നറിഞ്ഞിട്ടും പോലീസ് ഉദാസീനത. പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാതെ പോലീസ്. ഇന്ന് BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിൽ നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റാൻ ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കും. ഉന്നം വയ്ക്കുന്നവരിൽ അമുസ്ലിങ്ങളായ ആൺകുട്ടികളും. അനുഭവം തുറന്നു പറഞ്ഞ് ലൂസിയമ്മ. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്ക് അത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അത് ആർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എം വി ജയരാജന് സി സദാനന്ദൻ മാസ്റ്ററുടെ ചുട്ട മറുപടി. MP ആയി വിലസാൻ തന്നെയാണ് തീരുമാനം. തടയാൻ ജയരാജനും സൈന്യവും പോരാതെ വരും. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് നീതിപീഠം. CPMന് അസഹിഷ്ണുതയെന്നും സദാനന്ദൻ മാസ്റ്റർ ജനം TVയോട്. സർക്കാർ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഭക്തരെ വേട്ടയാടിയവർ മാപ്പ് പറഞ്ഞിട്ടു മതി കൂടിച്ചേരലെന്ന് ഹിന്ദു ഐക്യവേദി.
ലക്ഷ്യം ഹിന്ദു വോട്ട് തട്ടലെന്ന് ആരോപണം. വീണ്ടും വാർത്തകളിലേക്ക്. എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമെന്നാണ് അതിരൂപതയുടെ വിമർശനം. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിക്കുന്നു. അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. വീണ്ടും വിചാരമില്ലാതെ എം വി ഗോവിന്ദൻ സംസാരിക്കുന്നു എന്നും ആരോപണം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനമാണ്. സബ് സ്റ്റാൻഡേർഡാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നയാളല്ല അദ്ദേഹം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. കൃത്യമായി മറുപടി നൽകുന്നു തലശ്ശേരി അതിരൂപത. തീർച്ചയായും കൃഷ്ണരാജ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരമൊരു വിമർശനം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഉയർത്തിയത്. മാർ ജോസഫ് പാംപ്ലാനി അവസരവാദി എന്ന അധിക്ഷേപ രീതിയിലുള്ളൊരു പരാമർശം തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ഭാഗത്തു നിന്നും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അതായത് കൃഷ്ണരാജ് പറഞ്ഞത് സബ് സ്റ്റാൻഡേർഡായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫിലിപ്പ് കവിയിൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരിക്കുന്ന സ്ഥാനം ഏതാണെന്ന് ഓർത്തിട്ട് വേണം എം വി ഗോവിന്ദൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ പ്രതികരണം എന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായി എം വി ഗോവിന്ദ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിലിപ്പ് കവിയിൽ പറഞ്ഞിരിക്കുന്നത്. തിരുത്തണമോ എന്ന് എം വി ഗോവിന്ദൻ തന്നെ തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ വേണ്ടിയോ എന്ന് ഇവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്തരം പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സഭയിലിരിക്കുന്ന പിതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ അത് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നൊരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. മാത്രമല്ല DYFI നേതാക്കന്മാർ പോലും കഴിഞ്ഞ ദിവസം ഈ പാംപ്ലാനിയെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിനെയൊക്കെ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യാൻ ഒരു പിള്ളേരുടെ കളിയാണെന്ന് കരുതി അതിനെ പരിഗണിക്കാതെ വിട്ടു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു വിമർശനം നടത്തുമ്പോൾ അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഗോവിന്ദൻ മാഷ് ഗോവിന്ദൻ ചാമിയെ പോലെ സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെ, അതായത് ഏത് രീതിയിലാണോ ഗോവിന്ദൻ മാഷ് വിമർശനം ഉന്നയിച്ചത് അതിൽ 10 മടങ്ങ് ശക്തിയിലാണ് തിരിച്ച് സഭയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൃത്യമായ മറുപടി, അതായത് ഓരോന്നിനും എണ്ണി കൃത്യമായ മറുപടി പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന് അത് നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഗോവിന്ദനെ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ശക്തമായൊരു വിമർശനം അടുത്ത കാലത്ത് സഭ ഉയർത്തുന്നത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവർ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. പത്രക്കുറിപ്പിൽ തന്നെ കൃത്യമായ മറുപടി ഈ എം വി ഗോവിന്ദന് നൽകിയിരുന്നു. ആ പത്രക്കുറിപ്പിലെ ഏതാനും വാക്കുകൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. കാരണം എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേത് എന്നാണ് തലശ്ശേരി അതിരൂപത ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വായതിനു ശേഷം വേണോ ഇത്തരത്തിൽ പിതാക്കന്മാർ പ്രതികരിക്കുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം സഭ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികളെ ജോസഫ് പാംപ്ലാനി ശക്തിയുക്തം നേരത്തെ തന്നെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചിൽ എന്താണ് തെറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ നമ്മോട് സംസാരിച്ച ഫിലിപ്പ് കവിയിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു കാര്യം ചെയ്തു തന്ന അല്ലെങ്കിൽ ഉപകാരം ചെയ്തു തന്ന ആളുകളോട് നന്ദി പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിലെന്താണ് ഇത്ര ഭയക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇത്ര വിമർശനം ഉയർത്താവുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല സഭാപിതാക്കന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് അതിരൂപത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്, ശരി. എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനമാണ് തലശ്ശേരി അതിരൂപത നൽകുന്നത്. ജോസഫ് പാംപ്ലാനിക്കെതിരായ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനം. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത്? അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നയാളാണ് എം വി ഗോവിന്ദനെന്നും വിമർശനത്തിലുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. ഇടവേള.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധവുമായി കൂടുതൽ ഹൈന്ദവ സംഘടനകൾ. ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ഭക്തരെ വേട്ടയാടിയതിന് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിന്റെ നടപടിയാണിതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ആർക്കാണ് മനസ്സിലാകാത്തത്? ഒരു തീർത്ഥാടന കാലം മുഴുവൻ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് അവഹേളിച്ച് അടിച്ചൊതുക്കാൻ ശ്രമിച്ച അതേ സർക്കാരിൻ്റെ പ്രതിനിധികൾ പറയുന്നു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു ഞങ്ങൾ എന്ന്. അതിന് ആഗോള എന്ന ഒരു തലക്കെട്ട് കൂടി വരുന്നു. ഇതിപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം എന്താണ്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ ഒരു അയ്യപ്പ സീസൺ മുഴുവൻ ഭക്തരെ മാത്രമല്ല ഹൈന്ദവ വിശ്വാസികളുടെ എല്ലാം മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ഇടത് സർക്കാർ എന്നൊരു വിധി നടപ്പിലാക്കണമെന്നുള്ള ആക്രോശം നടത്തുകയും ഒപ്പം തന്നെ ഭക്തർക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു അയ്യപ്പ കാലം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം വരാനിരിക്കുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലം, ഇതിനിടയിൽ സെപ്റ്റംബർ മാസത്തിൽ ഒരു അയ്യപ്പ സംഘം, അതും ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത്. ആ തീരുമാനം എടുത്ത ഏകദേശം 3000-ഓളം പേരെ പങ്കെടുപ്പിക്കണമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ദേവസ്വം മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പല വ്യക്തികളും, പ്രത്യേകിച്ച് അന്ന് സ്ത്രീ പ്രവേശനത്തിന് പ്രവേശിക്കാൻ മുന്നിൽ നിന്ന് അതിന് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിനും വലിയ രീതിയിലുള്ള വിഷമങ്ങൾക്കും ഒക്കെ സാഹചര്യം ഉണ്ടാക്കിയിട്ട് കനകദുർഗയും ഒപ്പം തന്നെ ബിന്ദു അമ്മിണി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ എവിടെയാണ് ഭക്തർ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലുള്ള ഭക്തരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യമെന്ന് ആർക്കും മനസ്സിലാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ ഹൈന്ദവ വിശ്വാസികളെ ഒപ്പം നിർത്താൻ, ഈ പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനുള്ളൊരു നീക്കം സർക്കാർ തലത്തിൽ നടക്കുന്നത്. അതെന്തായാലും ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. അതിനെതിരെ പ്രതിരോധിക്കാനൊക്കെ അവർ തയ്യാറെടുക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സംഗമം നടത്തിക്കൊണ്ട് ഹൈന്ദവരുടെ മനസ്സിൽ ഒപ്പം തന്നെ വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ പ്രതിഷേധം ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഐക്യവേദിയുടെ മാത്രം അഭിപ്രായമല്ല, മറ്റ് ഹൈന്ദവ സംഘടനകളും സമാനമായ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഇടത് സർക്കാരിന്റെ ആ ഒരു രാഷ്ട്രീയ തന്ത്രം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. 3000 പേരെ പങ്കെടുപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിയൊക്കെ പറയുന്ന ആ 3000 പേര് ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അയ്യപ്പ ഭക്തർ എന്ന് വെച്ചാൽ ഒരു വട്ടം മല കയറി അയ്യനെ കണ്ട് മലയിറങ്ങുന്നത് മുതൽ അടുത്ത വട്ടം പോകാൻ ആഗ്രഹിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് അയ്യപ്പ ഭക്തന്മാർ. ഇതിപ്പോൾ ഈ 3000 എന്ന നിജപ്പെടുത്തൽ തന്നെ ദുരൂഹമാണ്. കാരണം അയ്യപ്പ ഭക്തരെ എങ്ങനെയാണ് ആരെങ്കിലും ചിലരായി മാത്രം ഒതുക്കി തീർക്കാനാവുക? അയ്യപ്പ ഭക്ത സംഗമം ആഗോള അയ്യപ്പ ഭക്ത സംഗമമെന്നും അഖില ലോക അയ്യപ്പ ഭക്ത സംഗമമെന്നും ഒക്കെ പേരിട്ട് വിളിക്കുമ്പോൾ അതിൽ 3000 പേർ അതെങ്ങനെയാണ് പരിമിതപ്പെടുത്തുക? ഇതിന് പിന്നിൽ കൃത്യമായ ആലോചനകളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ് അങ്ങനെയാണ്. കാരണം 3000 പേരെന്ന് പറയുമ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പട്ടിക ഇപ്പോൾ തന്നെ സർക്കാരിന് മുൻപിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ, അവർ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ അവർ ഭക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ മാത്രമായിരിക്കും ആ പട്ടികയിൽ ഉണ്ടാവുക. യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പുറത്താകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സന്ദീപ് തമ്പാനൂർ അടക്കമുള്ളവർ പ്രതികരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മണ്ഡലകാലത്ത് മുഴുവൻ ഭക്തരെ അവഹേളിച്ച, ഭക്തരെ അടിച്ചമർത്താൻ ശ്രമിച്ച, പോലീസിനെ കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച, മനസ്സിനും ശരീരത്തിനും മുറിവേൽപ്പിച്ച ആ ഭക്തരോട് മാപ്പ് പറഞ്ഞിട്ട് മതി ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം എന്നുള്ളതാണ് സർക്കാരിന് മുൻപിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നമുക്കറിയാം, ഒരാൾക്കെതിരെ തന്നെ 5ഉം 10ഉം 15ഉം കേസുകൾ പല സ്റ്റേഷനുകളിലുമൊക്കെയായി രജിസ്റ്റർ ചെയ്ത് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി സർക്കാർ പോയൊരു കാലം നമ്മൾ മറന്നിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഘവുമായി
ഭാഗമായി മറ്റൊരു മുടന്തൻ ന്യായമായി അല്ലെങ്കിൽ മറ്റൊരു നടപടിയുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ 3000 പേരെന്നുള്ള കണക്ക് സർക്കാർ പറയുമ്പോഴും ആ 3000 പേർ ആരൊക്കെയാണ് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവരാണോ ശരിക്കും അയ്യപ്പ ഭക്തർ, അതോ അതിന് പുറത്ത് നിൽക്കുന്ന ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അയ്യനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഭക്തരായി മാത്രം ജീവിക്കുന്ന അവരെ ഇതിന് പുറത്താക്കുമോ എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി സർക്കാർ നടത്തുന്ന, പ്രത്യേകിച്ച് വോട്ട് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതൊരു 2 മാസം മുൻപ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉള്ളൂ, ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് 1 മാസം മുൻപ്, അതായത് സെപ്റ്റംബർ മാസത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നത്. എന്തായാലും തീരുമാനം പിന്നോട്ട് പോയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകും, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിലൂടെ പുറത്തേക്ക് വരുന്നത്. കൃഷ്ണരാജ്. ശരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുകയാണ്. ആദ്യം നിങ്ങൾ അന്ന് വേട്ടയാടിയ ഭക്തരോട് മാപ്പ് പറയൂ എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. വോട്ട് തട്ടലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നും ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി. വീണ്ടും ഇടവേള. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ടാണ് വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചത്. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 5 പേർ ഉണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ രക്ഷപ്പെട്ടു. പരിക്കേറ്റ ഒരാൾ ചികിത്സയിലാണ്. അഞ്ചുതെങ്ങി സ്വദേശി അനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കർമ്മല മാത എന്ന ചെറിയ വള്ളമാണ് മറിഞ്ഞത്. ശക്തമായ തിരയിൽപ്പെട്ടായിരുന്നു വള്ളം മറിഞ്ഞത്. അപകടം തുടർക്കഥയാകുന്നതോടെ പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ മുതലപ്പുഴി അപകടങ്ങളുടെ കേന്ദ്രമാണ്. എത്രയെത്ര ബോട്ടുകളാണ്, വള്ളങ്ങളാണ് അവിടെ ശക്തമായ തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞതും എത്രയോ പേരാണ് അവിടെ മരിച്ചതും. ഇതിപ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 2 മത്സ്യത്തൊഴിലാളികൾ, കടലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ, കടലിനെ ഏറ്റവും അടുത്തറിയുന്നവർ പോലും പിടിച്ചു നിൽക്കാനാകാതെ വീണു പോവുകയാണ്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരം 6:40 കൂടിയാണ് മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത്. 5 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്, 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പൊഴി മുറിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പ്രശ്നം കണക്കിലെടുത്ത് അവിടെ നിന്ന് മണലുകളൊക്കെ തന്നെ നീക്കം ചെയ്തെങ്കിലും അതിൽ യാതൊരുവിധ കൂടുതലും ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യകരമായ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിൽ നിന്നും കൊണ്ടുവന്ന ഡ്രഡ്ജർ, ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ സാങ്കേതിക തകരാറുകൾ മൂലം തികച്ചും ഒരു 2-3 ദിവസം പോലും നേരെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആ ഒരു ഡ്രഡ്ജർ ഉള്ളത്. മുതലപ്പുഴയിൽ ഇതുവരെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 79 പേരാണ് 79 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരും നിരവധിയാണ്. അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മണൽ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഓരോ തവണ അപകടം നടക്കുമ്പോഴും അവർ പറയുന്നത് ഈ ഒരു മണൽ നീക്കം ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഈ മത്സ്യത്തൊഴിലാളികൾ ചെയ്യാറുണ്ട്. എന്നാൽ സർക്കാർ അതിനെല്ലാം തന്നെ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നൊരു കാര്യം പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. ഇന്നലെ 5 പേരാണ് ആ ഒരു ചെറിയ വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. 3 പേർ ഇന്നലെ രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും ഇന്നലെ അഞ്ചുതെങ്ങ് സ്വദേശിയായ അനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കർമ്മലമാത എന്നുള്ള വള്ളമാണ് മറിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധിയായി ഇവിടെ ഇപ്പോൾ വള്ളങ്ങൾ മറിയുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. ഇനിയും ഈ ഒരു മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ജീവനുകൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതുവരെ 79 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനിയും എത്ര ജീവനുകളാണ് ഇവിടെ പൊഴിയാൻ പോകുന്നത് എന്നൊരു കാര്യമാണ്
കാര്യമാണ്. എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ജീവൻ കൈപിടിച്ചാണ് ഈ ഒരു മത്സ്യബന്ധനത്തിനായി ഇവിടെ നിന്നും പോകുന്നത്, പുറം കടലിലേക്ക് പോകുന്നത്. പോയി കഴിയുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ള ഒരു കാര്യത്തിലാണ് അവർക്ക് ഇതുവരെയും യാതൊരുവിധ തീരുമാനവും അറിയാതിരിക്കുന്നത്. ഓരോ തവണയും അപകടം ഉണ്ടാകും എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് അവർ ഇവിടെ നിന്നും പൊഴി കടന്ന് ആ ഒരു കടലിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ഇനിയും ഇവിടെ ഇങ്ങനെ ഒരു മരണം നടക്കാതിരിക്കാനുള്ള അതിനു വേണ്ടിയുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ തന്നെ ആവശ്യം. എന്തായാലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനു വേണ്ടി ഇടപെടാതെ അതിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊരു ആവശ്യമാണ് എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. ആ ഒരു മണൽ നീക്കം ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്നൊരു കാര്യമാണ് ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. ഇനിയും ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ജീവനുകളെല്ലാം അത്രയും അവർ വളരെ വില കൊടുക്കേണ്ട ഒന്നാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ ജീവനുകൾക്ക് ഒരു വില കൊടുക്കാത്തത് എന്നൊരു കാര്യമാണ് ഇവിടെയുള്ള എല്ലാവരും നാട്ടുകാരും എല്ലാവരും തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൃഷ്ണരാജ്. ശ്രീനന്ദ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിനെ അടുത്തറിയുന്നവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും. പക്ഷെ അവരുടെ ബോട്ടുകളാണ് അപകടത്തിൽപ്പെടുന്നത്. എന്താണ് ഈ പ്രവചനാതീതമാണോ മുതലപ്പുഴയുടെ തിരകൾ? കൃഷ്ണരാജ്, മുതലപ്പുഴയുടെ തിരകളെന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. കടലാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഒരു നീതി ന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് വളരെയധികം കുറയ്ക്കാം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്ക് ആ കാണുന്ന മണൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം മാറണമെങ്കിൽ ആ ഒരു മണൽ മുഴുവനായി തന്നെ നീക്കം ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു വള്ളം പോകുന്നത് നമുക്ക് കാണാം. ഇത് അവിടെ നിന്നും ആ ഒരു പൊഴിയിൽ നിന്നും അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തിരമാലകളുടെ ആ ഒരു ആഘാതം അതെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും. കാരണം ആ ഒരു തിരമാല കടന്ന് ആ ഒരു പൊഴി കടന്നവർ അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ ജീവൻ കയ്യിൽ പിടിച്ച്, കാരണം തിരികെ എത്തും, വീട്ടുകാരോട് പറയുന്നില്ല തങ്ങൾ തിരികെ എത്തിയാലായി ഇല്ലെങ്കിലില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവർ പുറംകടലിലേക്ക് കടക്കുന്നത്. അപ്പോൾ ജീവൻ തന്നെ കയ്യിൽ പിടിച്ച് പോകുന്ന ഒരാളുകളുടെ ജീവൻ രക്ഷിക്കാൻ കടൽ പ്രവചനാതീതമാണ് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ. പക്ഷേ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാമായിരിക്കും എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉടൻ തന്നെ ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുള്ള എത്ര ജീവനുകളാണ് മുതലപ്പുഴയിൽ നിലച്ചുപോയത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരിടമായി മുതലപ്പുഴ മാറുകയാണ്. അവിടുത്തെ തിരകൾക്ക് പ്രത്യേക ആകർഷണ ശക്തി ഉള്ളതുപോലെ പോലും തോന്നിപ്പോകും. അപകടങ്ങളുടെ ദൃശ്യങ്ങൾ എത്രയാണ് നമ്മുടെ കൺമുന്നിലൂടെ പോയത്. ഇന്നലെ പൊലിഞ്ഞു വീണത് 2 പേരുടെ ജീവിതമാണ്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ. ഇടവേള. ആനക്കാര്യത്തിനിടയിലാണ് ചേനക്കാര്യമെന്ന് നമ്മൾ പലപ്പോഴും തമാശയായി പറയാറുണ്ട്. എന്നാൽ ഇന്ന് കുറച്ച് ആനക്കാര്യം തന്നെയാണ്. ഇന്ന് ലോക ആന ദിനമാണ്. മറ്റു ജീവികളെപ്പോലെ തന്നെ ആനയും പലവിധ കാരണങ്ങൾ കൊണ്ട് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾക്കായി ഒരു ദിവസം. ഇന്ന് ലോക ആനദിനം. ഏഷ്യൻ ആഫ്രിക്കൻ ഗജവീരന്മാരുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഒരു ദിനം. 2011 ആഗസ്റ്റ് 12 മുതലാണ് ലോക ആനദിനം ആചരിക്കാൻ ആരംഭിച്ചത്. കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ പട്രീഷ്യ സിംസ്, കാർസെസ്റ്റ് പിക്ചേഴ്സിന്റെ മൈക്കൽ ക്ലാർക്ക്, തായ്ലൻഡിലെ എലിഫന്റ് റീ ഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ കെസ് ദർദരാനന്ദ എന്നിവർ ചേർന്നാണ് ആനദിനം ആരംഭിച്ചത്. ഈ ദിനാചരണത്തിൽ 65-ലധികം വന്യജീവി സംഘടനകളുടെയും ആനപ്രേമികളുടെയും വ്യക്തികളുടെയുമൊക്കെ പിന്തുണയുണ്ട്. ആവാസ കേന്ദ്രങ്ങളുടെ നാശവും ആനക്കൊമ്പിനായുള്ള വേട്ടയാടലും മനുഷ്യന്റെ ചൂഷണവും കടന്നുകയറ്റവുമൊക്കെ
ആനകളുടെ വംശനാശത്തിന് കാരണമാകുന്നു. ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും സംസ്കാരവും ആനയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും രണ്ട് വലിയ ഭൂഖണ്ഡങ്ങളിലെയും ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ 62% കുറവ് വന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആനക്കൊമ്പ്, മാംസം, ശരീരഭാഗങ്ങൾ എന്നിവയ്ക്കായി ആഫ്രിക്കയിൽ വൻതോതിൽ ആനകളെ കൊല്ലുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നാട്ടാനകൾ പലപ്പോഴും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ആവശ്യമായ സംരക്ഷണവും പരിരക്ഷയും പലപ്പോഴും ലഭിക്കുന്നില്ല. വനംവകുപ്പും മറ്റ് സംഘടനകളും ഇവയുടെ സംരക്ഷണത്തിനും മനുഷ്യനിൽ നിന്നുള്ള ഉപദ്രവങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വലിപ്പത്തിൽ വമ്പനാണെങ്കിലും ആന മനുഷ്യനുമായി ഇണങ്ങുന്ന ഒരു പാവം ജീവിയാണ്. മനുഷ്യനും ആനയും തമ്മിലുള്ള ബന്ധം, ആനയെ ആരാധിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു സംസ്കൃതി നമുക്കുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ഈ സഹീന്റെ മക്കളെ സംരക്ഷിക്കാം. അതിനായി പരിശ്രമിക്കാം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. കെരൂൽ ത്വരീഖത്ത് സംഘടനയിൽ നിന്ന് പുറത്താക്കിയ മുജീബ് റഹ്മാൻ സൗദിയിൽ ആത്മഹത്യ ചെയ്തു. ഭാര്യയോടും മക്കളോടും അടക്കം സംസാരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാൾ മുൻപും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിന് ആയിരുന്നു ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, പറയൂ. കൃഷ്ണരാജ്, കോരൽ തരീഖത്ത് എന്ന മുസ്ലിം വിചിത്ര സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിലാണ് മുജീബ് റഹ്മാൻ സൗദിയിൽ ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സംഘടനയിൽ, കോരൽ ത്വരീഖത്ത് എന്ന സംഘടനയിൽ ഇദ്ദേഹം ആഴ്ചതോറും ഈ സംഘടന ക്ലാസ് സംഘടിപ്പിക്കും. ഈ ക്ലാസ്സിൽ മുജീബ് റഹ്മാൻ പങ്കെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്നാണ് സംഘടന മുജീബിനെ പുറത്താക്കിയത്. ഇത്തരത്തിൽ കോരൽ ത്വരീഖ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ആളുകളെ പുറത്താക്കി കഴിഞ്ഞാൽ ആ പുറത്താക്കിയ ആൾക്ക് പിന്നീട് ബന്ധുക്കളോ കുടുംബവുമായി യാതൊരു ബന്ധവും പാടില്ല എന്നാണ് സംഘടനയുടെ തിട്ടൂരം. അത്തരത്തിലൊരു വിലക്ക് സംഘടന ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മനംനൊന്താണ് ഈ മുജീബ് റഹ്മാൻ ആത്മഹത്യ ചെയ്തത്. ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ഇദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് അദ്ദേഹം തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതിനുശേഷവും ആ സമയത്ത് വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഈ മുജീബ് റഹ്മാനോട് ഈ വിലക്ക് മാറ്റാനോ ഈ കുടുംബാംഗങ്ങൾ സംസാരിക്കാനോ, ഉമ്മയും ബാപ്പയും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഒന്നും സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല. ഇതിൽ മനംനൊന്താണ് കഴിഞ്ഞ ദിവസം മുജീബ് റഹ്മാൻ സൗദിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. ആ സൗദിയിൽ ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഇദ്ദേഹം എടുത്തു ചാടുകയാണ്. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹം മരിച്ച വിവരം വീട്ടുകാർ അറിയുന്നത് സൗദിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് മാത്രമാണ്. ഇത്തരത്തിൽ മരണപ്പെട്ട വിവരം പോലും വീട്ടുകാർ അറിയുന്നത് എന്നതാണ്. എന്തായാലും ഈ കോരൽ തരീഖത്ത് എന്ന് പറയുന്ന ആ വിചിത്ര മുസ്ലിം സംഘടനയുടെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ നടന്നിരിക്കുന്ന ഒരു കൊലയാണ് ഇതെന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് വലിയ മനോവിഷമമുണ്ടെന്നും തന്നോട് ഭാര്യയും മകളും ഉമ്മയും ബാപ്പയും അടക്കം തന്റെ ബന്ധുക്കൾ ആരും തന്നോട് സംസാരിക്കുന്നില്ലെന്നും തികച്ചും ഒറ്റപ്പെട്ട അനാഥത്വം അനുഭവിക്കുകയാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മുജീബ് റഹ്മാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷവും സംഘടന, ഈ കോരൽ തരീഖ് എന്ന് പറയുന്ന ആ വിചിത്ര സംഘടന ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനോ മറ്റോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനംതൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കോരൽ തരീഖത്ത് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ആരെയെങ്കിലും പുറത്താക്കി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ ഇവർ പ്രവാചകനായി കാണുന്ന ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ആളുടെ കൊടുവള്ളിയിലെ വീട്ടിലെത്തി ആ വീട്ടിൽ രാവും പകലും 10 ദിവസത്തോളം അവിടെ രാവും പകലും നിൽക്കണം. അതിനുശേഷം ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകന് തോന്നുകയാണെങ്കിൽ മാത്രം മാപ്പ് കൊടുക്കും, ഇല്ലെങ്കിൽ കാണാൻ പോലും സമ്മതിക്കില്ല എന്നാണ് ഈ കോരൽ തരീഖത്ത് എന്ന സംഘടനയിൽ നിന്ന് പുറത്തു വന്നവർ പറയുന്നത്. അത്തരത്തിൽ ഈ
മരിച്ച മുജീബ് റഹ്മാന് മാപ്പ് കൊടുത്തില്ല, തിരിച്ച് സംഘടനയിലേക്ക് എടുക്കുകയും ചെയ്തില്ല. അങ്ങനെയാണ് മുജീബ് റഹ്മാൻ കഴിഞ്ഞ ദിവസം സൗദിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരം. ഇത്തരത്തിൽ മുജീബ് റഹ്മാൻ മരിച്ച വിവരം പോലും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. അതായത് ഇങ്ങനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ പുറത്താക്കുന്ന വ്യക്തിയുമായി യാതൊരു ബന്ധവും ആ ബന്ധുക്കൾ പിന്തുടരില്ല എന്നതാണ്. ആദ്യം തന്നെ ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും, ഫോണിലടക്കമുള്ള നമ്പറുകൾ മുഴുവൻ ഈ സംഘടനയിൽ കൊരുൾ തരീക്കത്ത് പറയുന്ന സംഘടനയിൽ ആളുകൾ എത്തി എല്ലാ ബന്ധവും വിച്ഛേദിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയിൽപ്പെട്ട പുറത്താക്കിയ ആളുമായി ഈ ബന്ധുക്കൾ സംസാരിക്കുകയോ മറ്റു നടപടികളോ എന്തെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ഈ സംഘടന അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെയും ഈ സംഘടനയിൽ നിന്ന് കൊരുൾ തരീഖ് എന്ന് പറയുന്ന മുസ്ലിം സംഘടനയിൽ നിന്ന് പുറത്താക്കും. അത് ഭയന്നുകൊണ്ട് മറ്റാരും തന്നെ ഈ പുറത്താക്കിയവരുമായി ഒരു ബന്ധവും പിന്തുടരില്ല. മറ്റൊന്ന്, ഈ ഇത്തരം പുറത്താക്കിയവർ സാത്താന്റെ സന്തതികളാണ്, അവരിൽ സാത്താനാണുള്ളത് എന്നൊരു ഇഞ്ചക്ഷൻ, ഒരു ബ്രെയിൻ ഇഞ്ചക്ഷൻ ഇവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉമ്മയും ബാപ്പയും ആണെങ്കിലും മകനെ ആ രീതിയിലാണ്, സംഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച ആളാണ്, അവൻ സാത്താന്റെ സന്തതിയാണ്, അതുകൊണ്ട് അവനുമായി ഒരു ബന്ധവും പാടില്ല എന്ന് ഈ ഉമ്മയും ബാപ്പയും അടക്കമുള്ളവർ കരുതും. അങ്ങനെയാണ് ഇവരുമായുള്ള എല്ലാ ബന്ധവും ഇത്തരത്തിൽ ഒഴിവാക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടതിന്റെ വേദനയിൽ മനംനൊന്ത സംഘടനയിൽ നിന്ന് പുറത്താക്കിയ മുജീബ് റഹ്മാൻ സൗദിയിൽ ആത്മഹത്യ ചെയ്തു. വിചിത്രമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ നടപടി വേണ്ടേ? വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. വീണ്ടും ഇടവേള. കോതമംഗലത്ത് 23-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഉടൻ ചുമത്തിയേക്കും. റമീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്തേക്കും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടന്നേക്കും. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, നമ്മൾ രാവിലെ വാർത്ത നൽകിയതാണ്, ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നില്ല, അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ. ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും കുടുംബത്തിനെ ചോദ്യം ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്നു. വിവരങ്ങൾ ഇപ്പോഴും പോലീസ് പറയുന്നത് കൂടുതൽ വകുപ്പുകൾ ഉടൻ ചുമത്തിയേക്കില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. പ്രധാനമായും ഈ മാതാപിതാക്കളെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയും ഈ പെൺകുട്ടിയുടെ കാമുകന്റെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്തതിനെല്ലാം ശേഷം മാത്രമേ ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കുടുംബം ഇപ്പോഴും ഈ ഒരു മതപരിവർത്തനം എന്ന ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ആ ഒരു പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ പെൺകുട്ടിയുടെ സഹോദരനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് പോലും ഇത്തരത്തിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതിക്രമം പെൺകുട്ടി ഏൽക്കേണ്ടതായി വന്നു. ഈ കാമുകൻ്റെയും അതുപോലെ തന്നെ കാമുകൻ്റെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനവും അതുപോലെ തന്നെ പീഡനവും ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് സഹോദരൻ വ്യക്തമാക്കിയത്. അതിൻ്റെ വ്യക്തമായ മൊഴി ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും ആ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. ഇത്തരത്തിൽ ഈ മൊഴികളെല്ലാം, ആത്മഹത്യാക്കുറിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പെൺകുട്ടി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കാമുകൻ്റെ മാതാപിതാക്കളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇവരെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ ഈ മാതാപിതാക്കളെ ഇതുവരെ കണ്ടെത്താനായില്ല എന്നൊരു വിവരമാണ് പോലീസ് നൽകുന്നത്. ഇന്ന് തന്നെ അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. കൂടാതെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു സുഹൃത്തിൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതായത് ഈ കാമുകന്റെ സുഹൃത്തായ ഒരാൾ ഈ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, രജിസ്റ്റർ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാമുകൻ തീരുമാനമെടുത്തപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു സുഹൃത്തിൻ്റെ പേര് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇയാളുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം നടപടികളെല്ലാം തന്നെ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ പെൺകുട്ടിയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതായുണ്ട്. ഇതിനുശേഷമാവും മറ്റ് വകുപ്പുകൾ ചുമത്തുക. നിലവിലിപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം, അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വിശദമായ അന്വേഷണത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വകുപ്പ് കൂടി, അതായത് കേരള ഈ മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ വകുപ്പുകൾ, അത്തരം വകുപ്പുകൾ കൂടി ചുമത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിലിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടുള്ളത്. ശരി.
കോതമംഗലത്ത് 23-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഉടൻ ചുമത്തിയേക്കില്ല എന്നാണ് സൂചന. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സിസ തോമസിനെ പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതി ഓർഡിനൻസിനെതിരെ ഗവർണർക്ക് നിവേദനം. ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്. VC നിയമനത്തിനുള്ള ഭേദഗതി ചെയ്ത സെർച്ച് കമ്മിറ്റിയുടെ ഘടന സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഓർഡിനൻസ് സുപ്രീം കോടതിയുടെ പല വിധികളുടെയും ലംഘനമെന്ന നിലപാടിൽ ഓർഡിനൻസിൽ ഗവർണർ ഉടൻ ഒപ്പിടില്ല. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, വീണ്ടും പുതിയ പോർമുഖം തുറക്കുന്നു. കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VC നിയമനവുമായി ബന്ധപ്പെട്ട 13 കേസുകളാണ് സുപ്രീം കോടതി നിലവിൽ തുടരുന്നത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC കൂടിയായിട്ടുള്ള സിസ തോമസിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ മന്ത്രിസഭ ഒരു ഓർഡിനൻസ് അല്ലെങ്കിൽ മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്ന നിയമ ഭേദഗതി ഓർഡിനൻസ് ഒപ്പുവെക്കരുത് എന്നൊരാവശ്യവുമായിട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ രംഗത്തെത്തിയിട്ടുള്ളത്. സിസ തോമസിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ മന്ത്രിസഭ ഓർഡിനൻസിൽ നിയമ ഭേദഗതി വരുത്തിയിട്ടുള്ളത് എന്നത് ഗുരുതരമായിട്ടുള്ള കാര്യം ഈ ശുപാർശ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ VC നിയമനത്തിലുള്ള ഭേദഗതി ചെയ്ത സെർച്ച് കമ്മിറ്റിയുടെ ഘടന സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്നും പറയുന്നുണ്ട്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് VC ആയി വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് VC ചാൻസലർ കൂടിയായിട്ട് ഗവർണർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിന്മേൽ അടിസ്ഥാനത്തിൽ ഒരു CAG അന്വേഷണം ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഉടനുണ്ടാകും. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സിസ തോമസിനെ മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ സിസ തോമസിനെ മാറ്റി സർക്കാരിന് താല്പര്യമുള്ള വ്യക്തിയെ VC സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോസ് ചാൻസലർ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ഈ കേസ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കരുനീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെതിരായിട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. സിസ തോമസിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ മന്ത്രിസഭയിൽ ശുപാർശ ചെയ്ത ഓർഡിനൻസിന്റെ നിയമ ഭേദഗതി നടപ്പിലാക്കരുതെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കം സർക്കാരും ചാൻസലറും തമ്മിൽ നടക്കുന്ന തർക്കം അത് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് സജീവമായി തന്നെ തുടരുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. KTU സാങ്കേതിക സർവകലാശാലകളുടെ VC നിയമനവുമായി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ആ കേസ് ഹൈക്കോടതിയിലേക്ക് പോവുകയും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ വ്യക്തതകൾ വരുത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ രാജ്ഭവനുള്ള സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. പിന്നീട് സുപ്രീം കോടതിയിലും ബന്ധപ്പെട്ട അപ്പലേറ്റ് കമ്മിറ്റികൾ അതതായ തീരുമാനം എടുക്കണമെന്ന നിർദ്ദേശം വരികയും ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഇത്തരത്തിൽ സർക്കാരിന് താല്പര്യമുള്ള വ്യക്തിയെ ഇത്തരത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC ആയിട്ട് നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ നിയമിക്കാനുള്ള ഒരു തിടുക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനു വേണ്ടിയിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള ഓർഡിനൻസിന്റെ ഭേദഗതി വരുത്താനായിട്ടുള്ള ശ്രമം മന്ത്രിസഭാ യോഗത്തിൽ വരുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലും അത് ചർച്ചയായതാണ്. അത്തരത്തിൽ മന്ത്രിസഭ ശുപാർശ ചെയ്ത അത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കരുത് എന്നാണ് നിലവിൽ ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചാൻസലറെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിവാദ ഓർഡിനൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിവാദ ഓർഡിനൻസിൽ ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ചാൻസലർക്കെതിരെയാണ് വീണ്ടും സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ചാൻസലർ ഇതുവരെ ഈ വിവാദ ഓർഡിനൻസിൽ ഒപ്പിട്ടിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സജീവമായി തന്നെ ഈ പ്രശ്നം തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ വിട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് VC ഡോക്ടർ ശിവപ്രസാദ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് ഹർജി. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ.
കൃഷ്ണരാജ്, ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് KTUVC ഡോക്ടർ ശിവപ്രസാദിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ ശിവപ്രസാദ് എത്തിയത്. അതായത് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ തവണയായി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗങ്ങളിലൊന്നും തന്നെ ഈ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും പങ്കെടുക്കുന്നില്ല. അതുപ്രകാരം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സർവകലാശാല പ്രവർത്തനങ്ങളിൽ നേരിടുന്നുണ്ട്. വിദ്യാർത്ഥികളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വിഷയം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ മാസം 13-ാം തീയതി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ മൂവർക്കും നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നലെ ഒരു ബെഞ്ചിൽ, അതായത് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചിൽ പ്രസ്തുത ഹർജി എത്തിയെങ്കിലും ജഡ്ജി പിന്മാറിയിരുന്നു. കാരണം വ്യക്തിപരമായിട്ട് തനിക്ക് പരാതിക്കാരനെ, അതായത് ഹർജിക്കാരനെ അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജഡ്ജി പിന്മാറിയത്. എന്തായാലും ഇന്ന് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലേക്കാണ് ഈ ഹർജി എത്തുന്നത്. മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി ശിവപ്രസാദ് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 2025-26 കാലഘട്ടത്തിലെ ബഡ്ജറ്റ് ഇതുവരെ പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന വകുപ്പ് സെക്രട്ടറിമാരും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും പങ്കെടുക്കാതെ ഇരുന്നതുകൊണ്ടാണ് കോറം തികയാതെ പല സിൻഡിക്കേറ്റ് യോഗങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് താളം തെറ്റി, അതായത് ബഡ്ജറ്റ് പാസ്സാക്കാൻ സാധിച്ചില്ല. പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിട്ടുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഏത് സമയത്തും കട്ടായി പോകുക, അതായത് തടസ്സം നേരിടാം, ഡിജിറ്റൽ സേവനങ്ങൾ അടക്കം മുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ മൂവരും പങ്കെടുത്തേ മതിയാകൂ. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളും ഗൗരവകരമായിട്ടുള്ള പരാമർശങ്ങളുമാണ് ശിവപ്രസാദിന്റെ ഹർജിയിലുള്ളത്. എന്തായാലും സിംഗിൾ ബെഞ്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സർവകലാശാലയോട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന 3 ഉദ്യോഗസ്ഥരോടും ഹൈക്കോടതി വിശദീകരണം തേടും. ഒപ്പം ഒരു ഇടക്കാല ആവശ്യമായിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത് 13-ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ 3 ഉദ്യോഗസ്ഥരും പങ്കെടുക്കണമെന്നുള്ളത്. എന്തായാലും നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ പറയുന്ന സർവകലാശാലകളൊക്കെ തന്നെ ഗവർണർ സ്വാധീനം ചെലുത്തി തങ്ങളുടെ വഴിക്ക് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിന് വഴങ്ങിക്കൊണ്ട് ഈ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ അവരുടെ കടമകൾ മറക്കുന്നു എന്നുള്ളതാണ് KTUVC തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി രേഷ്മ. വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഈ മാസം നടക്കും. ഇന്ത്യയുടെ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽവേ വഴി ചരക്ക് വിനിമയം എളുപ്പത്തിലാക്കാൻ ഇതിലൂടെ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ ടെൻഡർ പ്രഖ്യാപനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ വർഷം അവസാനത്തോടെ തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നീക്കം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ടിൻഡു, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡർ പ്രഖ്യാപനം ഈ മാസം നടക്കും എന്നത്. വിവരങ്ങൾ. കൃഷ്ണരാജ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ ടെൻഡർ ഈ മാസം പ്രഖ്യാപിക്കാനാണ് സർക്കാരും കരാർ കമ്പനിയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ മാസത്തിൽ ടെൻഡർ പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഈ വർഷം അവസാനത്തോടു കൂടി ആരംഭിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ 2028 കൂടി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.5 കിലോമീറ്റർ 10.95 കിലോമീറ്റർ വരുന്ന നീളത്തിലാണ് ഇത്തരത്തിൽ റെയിൽവേ പാത നിർമ്മിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് DPR ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂരിഭാഗം 9 കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെ പോകുന്ന തുരങ്ക റെയിൽവേ പാതയാണ്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധിപ്പിക്കാൻ, റോഡ് മാർഗം ബന്ധിപ്പിക്കാൻ ഒരുപക്ഷെ ഈ റെയിൽവേ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി സാധിക്കും. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ട്രയാങ്കുലർ മോഡ് ഓഫ് ഗുഡ് സർവീസാണ് ഒരുപക്ഷെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായിട്ട് അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് റിംഗ് റോഡ് പദ്ധതിയും അതോടൊപ്പം തന്നെ മറ്റ് റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തെ പ്രതീക്ഷിക്കുന്നത് റെയിൽവേ നിർമ്മാണത്തിന് പുറമെ തന്നെ 2ാം
രണ്ടാമത്തെ ബർത്തിന്റെ നിർമ്മാണമാണ്. അടുത്ത ഒരു 400 മീറ്റർ നീളമുള്ളൊരു ബർത്ത്, അത് ഒരു കാർഗോ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബർത്ത് നിർമ്മാണമായിരിക്കും നടത്തുക. അതോടൊപ്പം തന്നെ 230 മീറ്റർ വരുന്ന ഒരു പെട്രോൾ ബങ്കിങ് സംവിധാനം, അതായത് കപ്പലിന് വന്ന ഇന്ധനം ചേഞ്ച് ചെയ്ത് പോകാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ്, റെയിൽവേ കണക്ടിവിറ്റി എല്ലാം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ 2028 കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാം പൂർത്തിയാക്കി. ഒരുപക്ഷെ 2030 കൂടി വിഴിഞ്ഞം പൂർണ്ണ രീതിയിൽ സജ്ജമാകുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയെ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭൂഗർഭ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഈ മാസം നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. ഇതോടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു തീരുമാനമായി മാറും. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സമയം 8:55 ആകുന്നു. 1 മണിക്കൂർ 55 മിനിറ്റ് പൂർത്തിയാകുന്നു പുത്തൻ പുലരിയുടേത്. നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനത്തിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.